നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിൽ വിവാഹം മുടക്കി എന്ന് വിലപിച്ച് അദ്ദേഹത്തെയും സുരേഷ് ഗോപിയെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ കടന്നാക്രമിച്ചവർക്ക് ഇന്ന് ചെകിട്ടത്ത് അടികിട്ടി. ഗുരുഭവനപുരിയിൽ സുരേഷ് ഗോപിയുടെ മകളെയും ഭർത്താവിനെയും മാത്രമല്ല നരേന്ദ്രമോദി അനുഗ്രഹിച്ചതും ആശീർവദിച്ചതും. കണ്ണൻ്റെ സവിധത്തിൽ വിവാഹിതരായ നവവധൂവരന്മാർക്കെല്ലാം രാജ്യത്തെ പ്രധാന സേവകൻ്റെ അനുഗ്രഹമേറ്റുവാങ്ങാനുള്ള ഭാഗ്യം ലഭിച്ചു. കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ സൈബർ ഇടത്തിൽ കയറെടുക്കുന്നവ ഗായിക ചിത്രയെ അധിക്ഷേപിച്ചതും അവഹേളിച്ചതും നമ്മൾ കണ്ടല്ലോ. എന്തിനാണ് ഈ അസഹിഷ്ണുത? ഇവരുടെ അസഹിഷ്ണുതയ്ക്ക് ആധാരം എന്താണ്? നമുക്ക് പരിശോധിക്കാം. BJP വക്താവ് ഡോക്ടർ KS രാധാകൃഷ്ണൻ, സംവാദകൻ ശ്രീജിത്ത് പണിക്ക, തിരക്കഥാകൃത്ത് വിനു കിരിയറ്റ്, ജനാദൾ സെക്യുലർ നേതാവ് RS പ്രഭാത്, സാമൂഹ്യ നിരീക്ഷകൻ MK ഹരിദാസ് എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും ഞാൻ ഈ സംവാദം പ്രഭാതിൽ നിന്ന് ആരംഭിക്കുകയാണ്. പ്രഭാത്, നമുക്കറിയാം സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ സജീവമായ ഒരു വിഷയം ഉയർത്തി കൊണ്ടുവന്നു. പ്രത്യേകിച്ച് സൈബർ സഹാക്കന്മാർ ആയിരുന്നു അതിന് പിന്നിൽ. അതായത് നരേന്ദ്രമോദി വരുന്നു, അതുകൊണ്ട് കല്യാണം മുടങ്ങുന്നു, കല്യാണം മാറ്റിവെക്കാൻ നിർബന്ധിതരായി. പക്ഷേ ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ തന്നെ അക്കാര്യങ്ങളൊക്കെ നിഷേധിച്ചു. മാത്രമല്ല, കല്യാണത്തിൻ്റെ എണ്ണം കൂടിയെന്ന് BJP നേതൃത്വവും അറിയിച്ചു. ഇന്നിതാ നമ്മൾ കണ്ട കാഴ്ച പ്രഭാതടക്കം കണ്ടിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ മകളെയും അതുപോലെ ഭർത്താവിനെയും മാത്രമല്ല അനുഗ്രഹിച്ചത്, ഇന്ന് വിവാഹിതരായ കുറേ പേരെ നരേന്ദ്രമോദി ഇന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു, ആശീർവദിച്ചിരിക്കുന്നു. എങ്ങനെ കാണുന്നു പ്രധാനമന്ത്രിയുടെ, രാജ്യത്തെ പ്രധാന സേവകൻ്റെ ഈ ഒരു സമീപനത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? നോക്കൂ, ഈ തിരഞ്ഞെടുപ്പ് വരുന്ന ഈ അവസരത്തിൽ സാധാരണ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കളും ചെയ്യുന്ന ജനങ്ങളുടെ മുന്നിൽ ഞങ്ങളിതൊക്കെ ചെയ്തു, ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് കാണിക്കുന്നത്. നോക്കൂ, ഇവിടെ ഇതിനു മുമ്പും സംസ്ഥാന അധ്യക്ഷൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, എത്രയോ കല്യാണങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ ഒരു അവസരം തിരഞ്ഞെടുത്തു? ഇത് തികച്ചും രാഷ്ട്രീയമാണ്. ഒരു വോട്ട് എങ്ങനെയെങ്കിലും ലഭിക്കാമോ? ആ രീതിയിലേക്ക് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ഇന്ന് ഭാരതത്തിൽ. രാഷ്ട്രീയം എന്ന് പറയുന്നത് അതായത് സുരേഷ് ഗോപി ഈ സമയത്ത് കല്യാണം കൊണ്ടേ വെച്ചതാണോ രാഷ്ട്രീയം? അല്ലല്ല, നരേന്ദ്രമോദിയെ ക്ഷണിച്ചതാണോ? ഓക്കെ, ഏതിലാണ് താങ്കൾ രാഷ്ട്രീയം കണ്ടെത്തുന്നത്? ഞാൻ രാഷ്ട്രീയം കാണുന്നത് ഇപ്പോൾ ഈ രീതിയിൽ 2 പ്രാവശ്യം കേരളത്തിൽ വന്നു. എന്തുകൊണ്ട് വന്നു? അവിടെയാണ് ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് അവരുടെ ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിന് അപ്പുറത്തേക്ക് സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശ് ആയിക്കോട്ടെ, മധ്യപ്രദേശ് ആയിക്കോട്ടെ, ഗുജറാത്ത് ആയിക്കോട്ടെ, രാജസ്ഥാൻ ആയിക്കോട്ടെ, ഇവിടെയെല്ലാം ഒരു സീറ്റ് പോലും കോൺഗ്രസിനോ മറ്റുള്ളവർക്കോ ലഭിക്കാൻ, ഏതാനും സീറ്റുകൾ ഒഴിച്ച് ബാക്കി ലഭിക്കാൻ ഉള്ള ഒരു അവസരമില്ല. അപ്പോൾ ഇതിൽ നിന്ന് ബീഹാർ, പശ്ചിമ ബംഗാൾ, രാജസ്ഥാൻ, കർണാടക, ഈ 4 സംസ്ഥാനങ്ങളുടെ ഇപ്പോൾ നിലവിലുള്ള BJPയിൽ നിന്ന് സീറ്റുകൾ കാര്യമായി കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക? അതിന് കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ ദക്ഷിണ ഇന്ത്യയിൽ ഒരു ആധിപത്യം ഉണ്ടാക്കണം. കഴിഞ്ഞ കുറേ നാളുകളായി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം വിഭാവനം ചെയ്യുന്ന BJP ചെയ്യുന്നതാണിത്. ഇത് ഒരു ഞാൻ എന്നുള്ള ധാരണയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഭാഗമാണിത്. മോദിയുടെ ഗ്യാരണ്ടി, മോദിയാണ് എല്ലാം. BJP എന്ന് പറയുന്നത് രണ്ടാമതായി മാറിയിരിക്കുകയാണ്. പാർട്ടി എന്നുള്ളതിന് ഒരു പാർട്ടി BJP എന്നുള്ള പ്രസ്ഥാനത്തിന് ഇപ്പോൾ ഒരു അവസരമില്ല. പകരം മോദിക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഗ്രാഫ് മാറ്റുവാൻ വേണ്ടി മോദി എന്നൊരു ഫാക്ടറാണ്. മോദിയുടെ പ്രഭാവം അത് തള്ളിക്കളയാനാവില്ല. നിങ്ങൾ എന്തിനാണ് മോദിയുടെ വരവിനെ, ഇടയ്ക്കിടെയുള്ള വരവിനെ എന്തിനാണ് നിങ്ങൾ ഭയക്കുന്നത്? ഞങ്ങൾക്ക് ഭയമൊന്നും ഇല്ലല്ലോ. ഇവിടെ ഭയക്കേണ്ട കാര്യമില്ലല്ലോ. സൈബർ ഇടത്തിൽ ആക്രമണം തുടങ്ങിയത് നരേന്ദ്രമോദി വരുന്നത് കൊണ്ട്, നരേന്ദ്രമോദിയുടെ സന്ദർശനം, ഗുരുവായൂർ സന്ദർശനം കൊണ്ട് കല്യാണം മുടങ്ങുന്നു എന്ന രീതിയിൽ പ്രചരിപ്പിച്ചത് ആരാണ്? നോക്കൂ, ഈ സൈബർ ഇടങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാ മനുഷ്യന്റെയും
ഒരു ജിജ്ഞാസയുടെ ഭാഗമാണ് ഇതൊക്കെ. അതിനകത്ത് ഒരു പൊളിറ്റിക്കൽ കക്ഷികൾക്കോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാവിനോ അതിനെ മാറ്റി നിർത്താൻ കഴിയില്ല. ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ ഇത്തരം രീതിയിൽ പറയുന്നത് അവരുടെ ആശങ്കകളാണ് പറയുന്നത്. അത് നമുക്ക് ഇപ്പോൾ ഇടതുപക്ഷത്തിനെതിരെ ആയിക്കോട്ടെ, കോൺഗ്രസിനെതിരെ ആയിക്കോട്ടെ, BJPക്കെതിരെ ആയിക്കോട്ടെ, ഏത് പാർട്ടിക്കെതിരെയും സൈബർ ഇടങ്ങളിൽ കുപ്രചരണങ്ങളുണ്ട്, സ്വാഭാവികമാണ്, അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞത് അങ്ങനെ തെറ്റായ പ്രചരണം നടത്തിയവരുടെ കരണത്തെറ്റ അടിയാണ്. ഇല്ലല്ല, ഞാൻ പറയട്ടെ, അടിസ്ഥാനരഹിതമെന്ന് നമ്മൾ പറയുന്ന ഏതർത്ഥത്തിലാണ്? ഒരു വിഷയത്തിൽ ഞാനെന്നുള്ള വ്യക്തിക്ക് അവിടെ കല്യാണം തുടങ്ങി അല്ലല്ല, അങ്ങനെയൊന്നല്ല, അത് എനിക്കറിയില്ലല്ലോ, അത് അവിടെ ഉള്ളവർക്കല്ലേ അറിയാവൂ. അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞല്ലോ. അതായിക്കോട്ടെ, അതിന്റെ വ്യക്തമായ വിവരങ്ങൾ ലഭിക്കാൻ ഇനി സമയമുണ്ടല്ലോ, ആ സമയത്ത് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. എന്ത് വന്നാലും ഒരു ഇസഡ് കാറ്റഗറിയിലെ ഒരു സുരക്ഷയുള്ള സ്ഥലമായി ഇന്ന് രാവിലെ മുതൽ അവിടെ മാറിക്കഴിഞ്ഞു, യാതൊരു സംശയമില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായി അവിടെ കുറെ ചേഞ്ചുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് അവിടെ നടന്നു കഴിഞ്ഞ കാര്യമാണ്. അതിൻ്റെ ഫലം എന്താണ്? അതിൽ ആരൊക്കെയാണ് നഷ്ടപ്പെട്ടു, ആരൊക്കെ ഗെയിൻ ചെയ്തു? അവിടെ 3 വധൂവരന്മാരെയാണ് കാണുകയുണ്ടായി. അവിടെ ഞാൻ 3ഓ 4ഓ അതിൽ കൂടുതലില്ല. നിങ്ങൾ നോക്കൂ, നിങ്ങൾ അനിലും ഞാനും 3ഓ 4ഓ ആണോ? അല്ല, ഇതാണ് പ്രശ്നം. റീവൈൻഡ് ചെയ്ത് നോക്കൂ, അങ്ങനെയല്ല, റീവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നും കൂടെ കാണിക്കുക, അപ്പം മനസ്സിലാവും. ഇപ്പോ നോക്കൂ, നമ്മൾ ഒരു വിഷയം നടക്കുമ്പോൾ ആണെങ്കിലും 3ഓ 4ഓ ആണോ അവിടെ? ഒരു നിമിഷം, ഒരു മണിക്കൂറിനകത്ത് 10ഓ 20ഓ കല്യാണം നടക്കുന്നതാണ് ഗുരുവായൂർ. അത് അവിടെ യാതൊരു മാറ്റമില്ലാതെ നടക്കുകയാണ്. കല്യാണം മുടങ്ങി എന്ന് പറഞ്ഞവർ ഒരിക്കലും അങ്ങനെ പറയാൻ ഞാൻ ആളല്ല. മാത്രമേ ആശീർവദിച്ചുള്ളൂ എന്ന ആക്ഷേപത്തിലേക്ക് എത്തി നിങ്ങൾ. അല്ലല്ല, അങ്ങനെ ഞാൻ ആക്ഷേപിക്കുന്നതല്ല, ഞാൻ അങ്ങനെ ആക്ഷേപിക്കാൻ ആളുമല്ല. അവിടുത്തെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതെന്ന് പറയുന്നത് സ്പോൺസേഡ് പരിപാടിയാണ്. ആ ക്യാമറ ആംഗിൾ തന്നെ നിങ്ങൾ നോക്കൂ, 1 2 3 4 നോക്കൂ, 1 2 3 4 ഇതിൽ കൂടുതലില്ല. ഇത് BJPയുടെ സ്പോൺസേഡാണ്. വേറെ ആൾക്കാരുണ്ട്. ഇത് സ്പോൺസേഡാണ്, BJPയുടെ സ്പോൺസറിംഗ് ആണ്. കാരണം മോദി വന്നിട്ട് ഇവിടെ കല്യാണങ്ങൾ നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കേണ്ട ബാധ്യത ആർക്കുണ്ടായി? BJPക്കുണ്ടായി. സ്വാഭാവികമാണ്. അത് നമ്മൾ അതിനകത്ത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. അങ്ങനെയല്ല. വിനു കിരിയത്ത് ഇപ്പോൾ ഇതാ പുതിയൊരു ആക്ഷേപമായിട്ട് വന്നിരിക്കുന്നു. ഇത് BJP, അതായത് ഈ ഇങ്ങനൊരു വിവാഹം മുടങ്ങി എന്നൊരു ആരോപണം വന്ന പശ്ചാത്തലത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു നിമിഷം ക്ലാരിറ്റി വരാനുണ്ട്. എനിക്ക് അതിനെപ്പറ്റി തിരുവനന്തപുരത്ത് ഇരിക്കുന്ന എനിക്ക് അതിനെപ്പറ്റി വ്യക്തമായ വിവരമില്ല എന്നാണ് പറഞ്ഞത്. അത് പൊതുസമൂഹത്തെ കാണിക്കാൻ വേണ്ടി അങ്ങനെ ഒരു നാടകം കളിച്ചു. ആ നാടകത്തിന് BJP അരങ്ങൊരുക്കി എന്നാണല്ലോ ഇപ്പൊ പറഞ്ഞു വരുന്നത്. ആ ആക്ഷേപത്തെ എങ്ങനെ കാണുന്നു? ആദ്യം പ്രവാസ് പറഞ്ഞത് ഇത് 4 വോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു കളിയാണ് ആണെന്ന് തന്നെ വെച്ചോളൂ. എന്തിനായിരുന്നു നവകേരള യാത്ര? എന്ത് നേടി കേരളം? പറയൂ. ജോഡോ യാത്ര കഴിഞ്ഞിട്ട് ഇപ്പോൾ ന്യായ യാത്ര എന്തെങ്കിലും നേടാൻ പോകുന്നുണ്ടോ? ഇല്ല. അതും ഇതെല്ലാം രാഷ്ട്രീയം തന്നെയാണ്. നമ്മളത് അല്ലാതെ മറച്ചു വയ്ക്കുന്നില്ല. ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒന്നുമില്ല. പിന്നെ ഒന്ന് ആലോചിക്കണം, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ചിന്തിക്കുന്ന ഒരു പ്രധാന കാരണമുണ്ട്. ആ വിവാഹിതരാവുന്ന പെൺകുട്ടികളുടെ ജീവിതത്തിൽ യാതൊരു സംശയമില്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും ആ ഭാഗ്യമൊന്നും കിട്ടില്ല. ഇനി കല്യാണമേ വേണമെങ്കിൽ സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണം ഇല്ലാത്ത ദിവസമാണ് മോഡി വരണമെങ്കിൽ ഒരു കല്യാണം നടക്കില്ലല്ലോ അവിടെ. അങ്ങനെ പ്രോട്ടോകോൾ അനുസരിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതല്ല, കല്യാണങ്ങളൊന്നും മുടക്കണ്ട. അവിടെ പ്രത്യേകിച്ച് കുറേ പേര് പറഞ്ഞു മുഹൂർത്തം തെറ്റും. ഗുരുവായൂർ മുഹൂർത്തമില്ല. നമുക്ക് അതുപോലെ അറിഞ്ഞുകൂടാതെ സൈബർ ഇത് പറയുന്നത്. നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് ആ മണ്ഡപത്തിൽ നമുക്ക് കയറി കല്യാണം കഴിക്കാം. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പെണ്ണും ചെറുക്കനും അമ്പലത്തിൽ കയറിക്കൂടാന്ന് ഇവിടെ എത്ര പേർക്കറിയാം? കല്യാണം കഴിഞ്ഞാൽ പെണ്ണിനും ചെറുക്കനും ഗുരുവായൂർ അമ്പലത്തിനകത്ത് കയറാൻ പറ്റില്ല. പിന്നെ വന്ന് കയറാനേ ഒക്കെ ഉള്ളൂ. ആ ദിവസം ഇങ്ങനെയൊക്കെ കുറേ ഇതൊക്കെ അറിയാതെയാണ്. അത് ഈ പറയുന്നതിൽ 100% നമുക്ക് സങ്കടകരമെന്ന് ഹിന്ദുക്കളായിട്ടുള്ള, അതായത് ദൈവവിശ്വാസം ഉള്ളിലുണ്ട്, നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് വന്നിരുന്ന ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ പറയുന്ന മമ്മൂട്ടി തൊഴുതില്ല, മമ്മൂട്ടി അത് ചെയ്തില്ല, മമ്മൂട്ടി തൊഴുതു, മമ്മൂട്ടി അക്ഷരം സ്വീകരിച്ചു, മമ്മൂട്ടി ഷേക്ക്.
ഇനി ഇല്ലെങ്കിലും ഇവിടെ ഇതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. മമ്മൂട്ടി തൊഴുതില്ല, പക്ഷേ അവർ പോലും 5 മിനിറ്റിനകത്ത് സോഷ്യൽ മീഡിയ മുഴുവൻ മമ്മൂട്ടി തൊഴുന്നതും അക്ഷതമേൽ ആ മമ്മൂട്ടിയുടെ ഭാര്യയുടെ ആ മുഖത്തൊരു എക്സ്പ്രഷൻ ഉണ്ട്, ചിരിച്ചുകൊണ്ട്. സത്യം നോക്കൂ, നമ്മൾ ആരുമായിട്ട് ജനാധിപത്യത്തിൽ തെരഞ്ഞെടുത്ത നരേന്ദ്രമോദി ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് അത് യാതൊരു സംശയം, പ്രത്യേകിച്ച് ഏറ്റവും ലോകം ആരാധിക്കുന്ന ഒരു നേതാവിനെ മുമ്പിൽ കാണുമ്പോൾ അതിൽ നമ്മൾ രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയം എന്ന് വച്ചോളൂ എന്ന് തന്നെ ഞാൻ പറയും. എന്തൊരു ഭാഗ്യമാണ് ആ ബാക്കി കുട്ടികൾക്കും കൂടെ നടന്നത്. പക്ഷേ ഇന്നത്തെ ഈ 68 പേരെ ഒരുമിച്ച് മോഡിക്ക് പോയിട്ട് അവിടെ അതിനുള്ള മണ്ഡപം അവിടെ ഇല്ല. ആ മുഹൂർത്തത്തിൽ ആദ്യം ബുക്ക് ചെയ്ത ഓർഡർ അനുസരിച്ച് തന്നെയാണ് കൊടുത്തത്. അതിനകത്തും രാഷ്ട്രീയം കളിച്ചിട്ടില്ല കേട്ടോ, അതുകൂടെ പറയാം. ഇപ്പോൾ അവിടെ ഇരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ വിനയൻ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അദ്ദേഹം അതിനകത്ത് ഒരു രാഷ്ട്രീയവും കാണിച്ചിട്ടില്ല. ആര് ബുക്ക് ചെയ്തോ അവർക്കൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ആദ്യമേ അറിയിച്ചപ്പോൾ ഇവർ തന്നെയാണ്, മോദിജി തന്നെയാണ്, എല്ലാവരും ഞാൻ വന്ന് കണ്ടിരിക്കും. അടുത്ത ആൾക്കാർക്ക് വേണ്ടിയൊന്നും അദ്ദേഹത്തിന് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. എന്തായാലും ആരുടെ ഗുരുവൊക്കെ പൊട്ടിയാലും ഇന്ന് അവിടെ പിന്നെ 2 കാര്യം. പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന അനുസരിച്ച് മോദിജി പോലെ തന്നെയാണ് വന്നിരിക്കുന്ന താരങ്ങൾക്ക് ഒരു ചെറിയ പ്രോട്ടോക്കോൾ ഉണ്ട്. അവരുടെ ആൾക്കാർ കയറി അറ്റാക്ക് ചെയ്ത് എന്ത് ചെയ്യും? അതുകൊണ്ട് അവർക്ക് മാത്രമായിട്ട് സ്പെഷ്യൽ ഒരു സ്ഥലത്ത് മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, ദിലീപ്, ബിജു മേനോൻ, ഇങ്ങനെ കുറേ പേര് അവിടെ വന്നിരിക്കുന്നു. കാരണം അവരൊക്കെ സുരേഷ് ഗോപിയുടെ സുഹൃത്തുക്കളാണ്. അവർക്കൊന്നും വർഗീയതയും ഇല്ല, ഒന്നുമില്ല. മമ്മൂട്ടിക്കൊന്നും വർഗീയത ഉണ്ട് എങ്കിൽ പിന്നെ അദ്ദേഹം വടക്കൻ വീരഗാഥയിൽ അഭിനയിക്കില്ലായിരുന്നു. അപ്പൊ മോഹൻലാൽ ഹിസൈൻ അബ്ദുള്ളയിൽ അഭിനയിക്കില്ല. ഇത് ആരാണ്? കുറച്ച് നേതാക്കന്മാർക്ക് വേണ്ടി ഇവിടുത്തെ ഈ സോഷ്യൽ മീഡിയയിലെ ജേർണലിസ്റ്റുകൾ, സോഷ്യൽ മീഡിയ ജേർണലിസ്റ്റ് കൊണ്ട് ഇപ്പോൾ ഒരു സംഭവം ഉണ്ടല്ലോ, മൊബൈലുള്ളവരെല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞ പോലെ അങ്ങോട്ട് കൊല്ലുകയാണ്. ആ കുത്തിത്തിരിപ്പ് എന്ത് ഒരു വിവാഹമാണ് അവിടെ നടന്നത്. ഇവരൊക്കെ ചിന്തിക്കണം, അവരുടെ വീട്ടിൽ നാളെ ഒരു പെൺകുട്ടി വരുമ്പോൾ ഇതുപോലെ വിവാദം ഉണ്ടായാൽ എന്തുമാത്രം വിഷമമായിരിക്കും. പിന്നെ ഇവർക്ക് ആർക്കും ഇതൊന്നും വിഷമമല്ല. അവരൊക്കെ ഇത് കഴിഞ്ഞു, അടിപൊളിയായിട്ട് പരിപാടി നടന്നു. മറ്റന്നാൾ ഇവിടെ തിരുവനന്തപുരത്ത് പരിപാടിയുണ്ട്. സുരേഷ് ഗോപിയുടെ മോളെ എല്ലാവരും ഉള്ളുകൊണ്ടെങ്കിലും അനുഗ്രഹിക്കുകയുള്ളൂ എന്നാണ് മനസ്സാക്ഷിയുള്ളവർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശ്രീജിത്ത് പണിക്ക, 2 കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ചിത്രയെ സൈബർ വധം നടത്തുന്നത് അതൊരു ഭാഗത്തുണ്ട്, ഇപ്പോഴും അത് വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മാത്രമല്ല, നരേന്ദ്രമോദി ഗുരുവായൂർ സന്ദർശിക്കുന്നതുകൊണ്ട് വിവാഹം മുടങ്ങി എന്ന പ്രചരണമായിരുന്നല്ലോ. പിന്നീട് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ തന്നെ അത് നിരാകരിച്ചു, ആ ആക്ഷേപം നിരാകരിച്ചു. ഇന്നിപ്പോൾ പുതിയ പരാതി നരേന്ദ്രമോദി എല്ലാവരെയും അനുഗ്രഹിച്ചില്ല എന്നുള്ളതാണ്. 4-5 പേരെ മാത്രമേ അനുഗ്രഹിച്ചുള്ളൂ, ആശീർവദിച്ചുള്ളൂ എന്നുള്ളതാണ് പുതിയ പരാതി. ഇവിടെ മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് ചിത്രയെ അധിക്ഷേപിക്കുന്നവർ, അവഹേളിക്കുന്നവർ, അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്ന് അക്ഷതം ഏറ്റുവാങ്ങിയ മമ്മൂട്ടിയെയും അതേപോലെ അധിക്ഷേപിക്കേണ്ടതല്ലേ? അല്ലേ? ശ്രീ അനിൽ, ഇത് നമ്മുടെ നാട്ടിലുള്ള അസഹിഷ്ണുതയുടെ ഒരു നേർരേഖയാണ്, ഒരു നേർചിത്രമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണെങ്കിലും ശ്രീമതി ചിത്രയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായപ്പോഴാണെങ്കിലും ശ്രീ സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി എത്തുന്നുണ്ട് എന്ന വാർത്ത വന്നിരുന്ന സമയത്താണെങ്കിലും ഒക്കെ തന്നെ വളരെ വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ, വിദ്വേഷ പ്രസ്താവനകളൊക്കെ തന്നെയാണ് സൈബർ മേഖലയിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് ആൾക്കാർക്ക് വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. എല്ലാ ആൾക്കാരും ഇതേപോലെ ഓരോന്ന് പറയുന്നുണ്ട്. അതിപ്പോ ഒരേ ഫീൽഡിൽ നിന്നുള്ള ആൾക്കാർ തന്നെ ശ്രീമതി ചിത്രയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ആൾക്കാരെ മുഴുവൻ 2ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുകയാണ്, ഞങ്ങളും നിങ്ങളും എന്ന രീതിയിലത്തേക്ക്. ഈ ഞങ്ങളുടെ കൂടെയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാവിധ സംരക്ഷണവും ഞങ്ങൾ നിങ്ങൾക്ക് നൽകും. നേരെ മറിച്ച് ഞങ്ങളുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ആശയവുമായിട്ട്, ഏതെങ്കിലും ഒരു അഭിപ്രായവുമായിട്ട്, കാഴ്ചപ്പാടുമായിട്ടൊക്കെ തന്നെ നിങ്ങൾക്ക് വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കും എന്ന രീതിയിലത്തേക്കാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 വിഷയവും, താങ്കൾ പറഞ്ഞതുപോലെ ചർച്ച ചെയ്യുന്ന 2 വിഷയവും ഒന്നെടുത്ത് നോക്കിക്കോളൂ. അതിൽ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇന്ന് നടന്നിരിക്കുന്ന കല്യാണമാണ്. ആ കല്യാണം എന്ന് പറയുന്നത് ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഇവന്റ് ആണ് എന്നുള്ളത് നമുക്കറിയാം. ശ്രീ സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന് താല്പര്യമുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തോട് താല്പര്യമുള്ളത് കൊണ്ട് പ്രധാനമന്ത്രി മോദി അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ ചടങ്ങിലേക്ക് പങ്കെടുക്കാനായിട്ട് എത്തുന്നു. അത് പങ്കെടുക്കാനായിട്ട് എത്തുക എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ എത്രയോ ആൾക്കാർ, പിന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള ആളായിക്കോട്ടെ, ഗവർണർ ആയിക്കോട്ടെ, ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോകാറുണ്ട്. അതിനെയൊക്കെ തന്നെ ഒരു വിവാദമാക്കേണ്ടുന്ന കാര്യമല്ല. അപ്പൊ എന്താ ചെയ്തിരിക്കുന്നത്? പ്രധാനമന്ത്രി ഇവിടെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി ഇവിടെ ഒരു ചാനലൊക്കെ വാർത്ത കൊടുത്തിരിക്കുന്നതെല്ലാം തന്നെ നഗരത്തിലുണ്ടാകുന്ന ഗതാഗത നിയന്ത്രണങ്ങൾ കൊണ്ട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നു എന്ന രീതിയിലത്തേക്കാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ 1 മാസത്തിന് മുകളിലായിട്ടുള്ള നവകേരള യാത്ര ഇവിടെ നടക്കുകയാണ്.
അതുമായി ബന്ധപ്പെട്ട ഗതാഗത ക്രമീകരണങ്ങളിലൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും കാണാതിരുന്ന ചാനലൊക്കെ തന്നെ പറയുന്നു, ഒരു പ്രധാനമന്ത്രി ഇവിടെ വരുമ്പോഴത്തേക്ക് ഏതാനും മണിക്കൂറുകൾ, അതും പുലർച്ചെയൊക്കെ ഉള്ള സമയത്തൊക്കെ ഉണ്ടാക്കുന്ന ചില നിയന്ത്രണങ്ങൾ കൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ ബാക്കിയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഊഹിച്ച അന്തരീക്ഷത്തിൽ നിന്ന് എടുത്തിട്ട് അച്ചു നിരത്തുന്ന രീതിയിലേക്കുള്ള ഒരു മഞ്ഞപ്പത്ര ലൈനാണ് പല മാധ്യമങ്ങളും സ്വീകരിച്ചത്. അപ്പൊ അതിൽ തന്നെ കണ്ടതാണ്, അദ്ദേഹം ഇവിടെ വരുന്ന സമയത്ത് ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് ഒന്നാമത്തെ പ്രശ്നമാണെങ്കിൽ, രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന നിരവധി കല്യാണങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ എത്രയോ ആൾക്കാർ ആറ്റുനോറ്റ് അവിടെ ഒരു അവസരം കിട്ടി. അപ്പോൾ അങ്ങനെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തു, വേണ്ട ബന്ധുക്കളെ എല്ലാം വിളിച്ചു. എന്നിട്ട് അതെല്ലാം തന്നെ വെറുതെയാകുന്ന രീതിയിലത്തേക്ക് അവരുടെ എല്ലാം കല്യാണങ്ങൾ മാറ്റിവെക്കാനായിട്ട് ആവശ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അവസാനം ആരാണ്? അവിടുത്തെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ തന്നെ വന്നിട്ട് പറയുന്നു, അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല, ഒരു കല്യാണം പോലും മാറ്റിവെക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. പ്രധാനമന്ത്രി വരുന്ന സമയത്ത് പ്രോട്ടോകോൾ പ്രകാരം പാലിക്കേണ്ടതായിട്ടുള്ള ചില ക്രമീകരണങ്ങൾ അവിടെ ഉണ്ടാകും എന്നതിനപ്പുറത്തേക്ക് ഒരു വിവാഹം പോലും അവിടെ ക്യാൻസൽ ചെയ്യുന്നില്ല എന്ന രീതിയിലത്തേക്കുള്ള വാർത്ത വരുന്നു. അപ്പൊ ഇങ്ങനെ നുണ ഫാക്ടറി ഇങ്ങനെ ഓരോരോ ക്യാപ്സൂളുകൾ ഇങ്ങനെ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കൊക്കെ തന്നെ ഈ ക്യാപ്സൂളിനെ നിർവീര്യമാക്കേണ്ടുന്ന ഇരട്ടി ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ സമൂഹം വന്നിരിക്കുന്നത്. ഇത് ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ശ്രീമതി KS ചിത്ര അവർ ചെയ്തിരിക്കുന്ന എന്താണ്? അവരവിടെ ആകെ ചെയ്തിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് അത് നടക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും വീടുകളിൽ നാമം ജപിക്കണമെന്നും അന്നേ ദിവസം വൈകുന്നേരം എല്ലാവരും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞു. ഇത് ഒരാൾ അനുഷ്ഠിക്കുന്ന മതത്തിന്റെ നിഷ്ഠപ്രകാരമുള്ള ഒരു ആചാര പദ്ധതിയാണ്. ആ പദ്ധതി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല, നിയമ തടസ്സമില്ല, ഭരണഘടനാപരമായിട്ടുള്ള തടസ്സമില്ല, അതിന് ഏതെങ്കിലും രീതിയിലുള്ള പബ്ലിക് ഓർഡറിനെയോ ഡീസൻസിയോ മൊറാലിറ്റിയോ ബാധിക്കേണ്ടതായിട്ടുള്ള പ്രശ്നമില്ല, അതിൽ അപരമത വിദ്വേഷമില്ല, ഒന്നും തന്നെ ഇല്ല. അപ്പൊ അങ്ങനെ സ്വാഭാവികമായിട്ട് ഇവിടെ ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യത്തിനെ പറ്റി പറയുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ചിത്രയ്ക്ക് ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതെയാകുന്നു. ചിത്രയ്ക്ക് ആർട്ടിക്കിൾ 25, 26 പ്രകാരമുള്ള മതസ്വാതന്ത്ര്യം ഇല്ലാതെയാകുന്നു. മതത്തിനെ പ്രചരിപ്പിക്കാൻ കൂടിയുള്ള അവകാശം, പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള ഒരു അവകാശമാണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ആഹ്വാനം നടത്തുകയാണ്, നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാരെല്ലാവരും തന്നെ നാമം ജപിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതത്തിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള ഒരാളിന്റെ റൈറ്റിനുള്ളിൽ വീഴുന്നതാണ്. പക്ഷെ ഇതെല്ലാം തന്നെ പെട്ടെന്ന് ഒരാളിന് ഇല്ലാതെയാകുന്നു. അപ്പോൾ ആ സമയത്ത് ഇല്ലാത്ത ചില ചരിത്രം പഠിപ്പിക്കാനായിട്ട് പുതിയ ചില ചരിത്ര അധ്യാപകർ വരുന്നു. അപ്പോൾ കഴിഞ്ഞ 30 വർഷത്തെ ചരിത്രമാണ് അവർക്കെല്ലാം ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആ 30 വർഷത്തിന്റെ ചരിത്രം അവരെല്ലാവരും പഠിപ്പിക്കാനായിട്ട് നോക്കുന്നു, അവർക്ക് ക്ലാസ് എടുക്കാനായിട്ട് നോക്കുന്നു, അവരെന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള വിമർശനത്തിനപ്പുറത്തേക്ക് പിന്നീട് ഇത് വ്യക്തിപരമായി മാറുന്നു. വ്യക്തിപരമായിട്ട് ഒരാളിനെ ഇകഴ്ത്തുന്ന രീതിയിലത്തേക്ക്, മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിലത്തേക്ക്, ഫേക്ക് അല്ലാത്ത പ്രൊഫൈലുകളിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ, കമന്റുകൾ ഒക്കെ നിറയുന്നത് നമ്മൾ കണ്ടു. അപ്പൊ ഇത് കാണിക്കുന്നത് എന്താണ്? കേരളം ഏറ്റവും വലിയ ഐഡിയൽ സൊസൈറ്റിയാണ്, പ്രബുദ്ധ മലയാളിയാണ്, ഏറ്റവും സഹിഷ്ണുതയുള്ള, ഏറ്റവും നല്ല സോഷ്യൽ ഫാബ്രിക് ഉള്ള ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പുരപ്പുറത്ത് കയറി വിളിച്ചു പോകുന്ന ഈ ആൾക്കാരെല്ലാവരും തന്നെ അവരുടെ അസഹിഷ്ണുത എന്താണ് എന്നത് കാണിച്ചു തന്നു. ഇവിടെ ഏതെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനുള്ള ഒരു ആഹ്വാനം ഇവിടെ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല, KS ചിത്രയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. നിയമവിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ നിയമം തീർപ്പ് കൽപ്പിക്കാത്ത ഒരു വിഷയത്തിൽ, അതും അന്തിമ തീർപ്പ് കൽപ്പിക്കാത്ത ഒരു വിഷയത്തിൽ ഇവരാരും ഇടപെട്ട ഒരു അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അയോധ്യയിലെ കാര്യമാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഫൈനാലിറ്റി എത്തിയ വിധിയാണ്. അതായത് അതിനുമേലുണ്ടായിരുന്ന ലീഗലായിട്ട് അതിനെ ചലഞ്ച് ചെയ്യാനുണ്ടായിരുന്ന എല്ലാ അവന്യൂകളും തീർന്നതിന് ശേഷം ഫൈനാലിറ്റി എത്തിയിരിക്കുന്ന ഒരു വിധിയുടെ പുറത്താണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം അവിടെ ഒരു ക്ഷേത്ര നിർമ്മാണം നടക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അക്ഷതം സ്വീകരിക്കുന്നതാണെങ്കിലും, അതുമായി ബന്ധപ്പെട്ട പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിലും, ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന സമയത്ത് മതാചാര പ്രകാരമുള്ള വിശ്വാസ പദ്ധതികൾ നിങ്ങൾ അനുവർത്തിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നതാണെങ്കിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് അസ്വീകാര്യമായി മാറുന്നു. അത്തരത്തിലുള്ള ആൾക്കാർ അനഭിമതരായിട്ട് മാറുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് നിരന്തരമായിട്ട് ഇവിടെ ഉണ്ടാകുന്ന മതപരമായിട്ടുള്ള, രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളുടെ പേരിൽ ഉണ്ടാകുന്ന കടുത്ത അസഹിഷ്ണുതയാണ്. അപ്പൊ ഇതിങ്ങനെ പല അവസരങ്ങളിൽ ഇങ്ങനെ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇനിയും ഉണ്ടാകാം. കാരണം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഇനിയും ഏതാനും ദിവസങ്ങൾ ബാക്കിയുണ്ട്. അതേപോലെ തന്നെ ശ്രീ സുരേഷ് ഗോപിയുടെ മകളുടെ വെഡിങ് റിസപ്ഷനുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇനി ബാക്കിയുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ ഇത് വേണമെങ്കിൽ പറയാം. ആ സമയത്ത് അവിടെ ആര് പങ്കെടുക്കുന്നു, ആര് പങ്കെടുക്കുന്നില്ല, ഇതിലേക്കൊക്കെ ആര് പോകുന്നു, പോകുന്നില്ല, ഇതൊക്കെ വെച്ചിട്ട് നേരത്തെ അല്പം മുമ്പ് ശ്രീ ബിനു കിരിയത്ത് പറഞ്ഞതുപോലെ കുരു എത്ര പൊട്ടാനിരിക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുരു പൊട്ടുന്ന ആൾക്കാരോട് പൊട്ടട്ടെ എന്ന് തന്നെ പറയുക. അതായത് ഇതിനെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് വസ്തുതകൾ നിരത്തി ഈ ഉറങ്ങുന്ന ആൾക്കാരെ ഉണർത്താനായിട്ട് പറ്റും. പക്ഷേ ഉറക്കം നടിച്ചാണ് ഇവരിയ്ക്കുന്നതെങ്കിലോ? ഇപ്പൊ അയോധ്യയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്താണ് അവിടെ തീർപ്പുണ്ടായിരിക്കുന്നത്? അവിടെ രഹസ്യമായിട്ടാണോ അവിടെ ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്? അല്ല. അപ്പോൾ ആൾക്കാർ പറയുകയാണ്, നോക്കൂ ഇതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഗിമ്മിക്കാണ്. ഇത് പൊളിറ്റിക്കലാണെന്ന് BJP തന്നെയാണ് പറയുന്നത്.
ഒരു പാർട്ടി അവരുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരുടെ മുന്നിലേക്ക് പ്രകടന പത്രിക വെച്ചുകൊണ്ട് നേരത്തെ ശ്രീ പ്രഭാത് തന്നെ പറഞ്ഞതുപോലെ ഈ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും തൂത്തുവാരി ജയിച്ച് അധികാരത്തിലേക്ക് വന്നിരിക്കുന്ന സമയത്ത് അവരത് ചെയ്തോട്ടെന്നേ. അത് രഹസ്യമായിട്ടുള്ള ഒരു ഒളിച്ചുകടത്തലല്ലോ. അവരത് ആശയമായി മുന്നോട്ട് വെച്ചിട്ട് ആൾക്കാരുടെ ഓവർവെൽമിംഗ് മാൻഡേറ്റ് കിട്ടിയിട്ട് അധികാരത്തിൽ വരികയാണ്. ഇനി അതിൽ എന്തെങ്കിലും അതുമില്ല. പ്രാണപ്രതിഷ്ഠ ചടങ്ങ് അത് BJP നടത്തുന്ന പരിപാടിയല്ലല്ലോ, അതുപോലെ കേന്ദ്ര സർക്കാർ നടത്തുന്ന പരിപാടിയല്ല. അല്ല അതിലെ പ്രശ്നം അതാണ് പ്രശ്നം. അതുപോലും ഇവർക്ക് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ട്രസ്റ്റ് ആണ് പകൽ പോലെ സത്യമല്ലേ? ആരാണ് അവിടെ പ്രതിഷ്ഠ നടത്തുന്നത്? എല്ലാവർക്കും അറിയാവുന്ന ആരാ? BJPയുടെ അജണ്ടയുടെ ഭാഗമാണെന്ന് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. BJPയുടെ അജണ്ട ഞാനല്ല പറഞ്ഞത്. സുപ്രീം കോടതി വിധി എന്താണ് അത് പഠിച്ചു നോക്കൂ. സുപ്രീം കോടതി പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പറയുന്നുണ്ട് പള്ളി പൊളിച്ച് അമ്പലം പൊളിച്ച് പള്ളി കെട്ടി, പള്ളി പൊളിച്ച് അമ്പലം കെട്ടി. വിധി എന്ന് പറയുന്നത് ഒരു മിനിറ്റ്. യെസ് ശ്രീജിത്ത്, സുപ്രീം കോടതി വിധി എന്താണെന്ന് പോലും പഠിച്ചിട്ടില്ല. പഠിച്ചവർ അല്ല, ഞാൻ പറയട്ടെ. നോക്കൂ ഇതിൽ വളരെ വ്യക്തമാണ്. ഞാനത് പറഞ്ഞത് BJPയുടെ അജണ്ടയാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. BJPയുടെ അജണ്ടയാണ് എന്ന് അവരുടെ മാനിഫെസ്റ്റോയിൽ അടിച്ചിറക്കി നമ്മളോട് പറഞ്ഞത് BJP ആണ്. എന്നിട്ട് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത് ആരാണ്? ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത് ട്രസ്റ്റാണ്. വെറുതെ ഉണ്ടാക്കിയ ട്രസ്റ്റാണോ? അത് നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിരിക്കുന്ന ഞാനും അപ്പനും സുഭദ്രയും കൂടെ ചേർന്നിരിക്കുന്ന ട്രസ്റ്റാണോ? അല്ല. ആ ട്രസ്റ്റ് രൂപീകരിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയാണ് പറയുന്നത് അതിന്റെ കോൺഫിഗറേഷൻ, അതിന്റെ സെറ്റപ്പ് എങ്ങനെയായിരിക്കണം, അതിൽ എത്ര പെർമനന്റ് അംഗങ്ങളുണ്ട്, എത്ര പേർ അവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാരായിരിക്കണം, അതിൽ ദളിത് റെപ്രസെന്റേഷൻ ഉണ്ടാകണോ, അതിൽ ലോക്കലായിട്ടുള്ള അയോധ്യയിൽ നിന്നുള്ള എത്ര ആൾക്കാർ ഉണ്ടാകണം, നിർമോഹി അഖാഡയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാർ പെർമനന്റ് മെമ്പർ ആകണോ അല്ലയോ, അതിൽ IAS അതിൽ ഉണ്ടാകണമോ, അതിൽ ഏറ്റവും ഉയർന്ന സുപ്രീം കോടതിയിലെ സീനിയർ മോസ്റ്റ് അഡ്വക്കേറ്റ് അതിൽ ഉണ്ടാകണോ, ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളെല്ലാം അവിടെ പറഞ്ഞതിന് ശേഷം അതെല്ലാം ചർച്ച ചെയ്ത് അവിടുത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആ ട്രസ്റ്റ് ആൾക്കാരിൽ നിന്ന് പണം പിരിക്കുകയാണ്. അപ്പൊ ആൾക്കാർ പറയുന്നു, അയ്യോ അതിന് 18,000 കോടി രൂപയല്ലേ, 20,000 കോടി രൂപയല്ലേ. എടേ, നിന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസയല്ല, നീ കൊടുക്കുന്ന പൈസയല്ല, നീ ടാക്സ് കൊടുക്കുന്ന പൈസയല്ല. ഭക്തരായിട്ടുള്ള ആൾക്കാർ അവരുടെ താല്പര്യപ്രകാരം ആരുടെയും നിർബന്ധമില്ലാതെ സ്വമേധയാ കൊടുക്കുകയാണ്, ഡൊണേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതവിടെ കല്ലും കട്ടയും ഡൊണേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്, മറ്റ് ഇൻ കൈൻഡ് സാധനങ്ങൾ കൊടുത്തിരിക്കുന്നവരുണ്ട്, പണം ഡൊണേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഡൊണേറ്റ് ചെയ്യുകയാണ്. അതിൽ ആർക്കെങ്കിലും ഇതൊക്കെ അന്വേഷിക്കേണ്ടുന്ന കാര്യമുണ്ടോ? ഇനി അദ്ദേഹം പറയുന്നു അവിടെ വിധിയിൽ എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന്. എന്ത് പ്രശ്നമുള്ളത്? വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് 16-ാം നൂറ്റാണ്ടിലേതെന്ന് പറയുന്ന ഈ സ്ട്രക്ചറിന്റെ ഫൗണ്ടേഷനായിട്ട് അവിടെ നിന്നിരുന്നത് 12-ാം നൂറ്റാണ്ടിലെ ക്ഷേത്ര മാതൃകയാണ്. അത് അവിടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ എറയിലും ആ ഏറിയയിലും ഉണ്ടായിരുന്ന ക്ഷേത്ര മാതൃകകൾക്ക് സമാനമായിട്ടുള്ള കാര്യമാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിനപ്പുറത്തേക്ക് പിന്നീട് എന്താണ് വേണ്ടത്? എന്താണ് പിന്നീട് അവിടെ തെളിയിക്കപ്പെടേണ്ടത്? എനിക്ക് മനസ്സിലാകുന്നില്ല. യെസ്, ഡോക്ടർ KS രാധാകൃഷ്ണൻ, നമുക്ക് ആദ്യം ഇന്ന് ഗുരുവായൂർ സന്ദർശനം, നരേന്ദ്രമോദിയുടെ ഗുരുവായൂർ സന്ദർശനം, അതിലേക്ക് പോകാം. അത് ഇവിടെ ഇപ്പോൾ ഉയർത്തിയ ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഈ BJP ഒരു സെറ്റിട്ടു എന്നാണ് പറയുന്നത്. മറ്റ് വധൂവരന്മാരെ കൂടി അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്തല്ലോ. അപ്പോൾ അത് BJP നടത്തിയ ഒരു നാടകം എന്നാണ് ഇപ്പോൾ ഇടതുമുന്നണിയുടെ പ്രതിനിധി RS പ്രഭാത് ഉന്നയിച്ചിരിക്കുന്നത്. ഞാനിവിടെ വരുമ്പോൾ ശ്രീ പ്രഭാത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദഗതികളാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞു മോഡി 2 പ്രാവശ്യം കേരളത്തിൽ വന്ന് അങ്ങനെ വരാൻ പാടില്ല. മോഡിക്ക് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന സഞ്ചാര സ്വാതന്ത്ര്യം വേണ്ട എന്നാണ് ഈ ഇടതുപക്ഷ ചിന്തകൻ്റെ അഭിപ്രായം. 2, അതിൻ്റെ കാരണമുണ്ട്. എന്താ കാരണം? ദക്ഷിണേന്ത്യയിൽ BJP ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിക്കാൻ പാടില്ല. അത് അദ്ദേഹത്തിൻ്റെ ആജ്ഞയാണ്. കാരണം BJP ദക്ഷിണേന്ത്യയിൽ ആധിപത്യം ശ്രമിക്കാൻ പാടില്ല. 3ാമത് അദ്ദേഹം പറഞ്ഞ എന്താണ്? BJPക്ക് ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ട്. ഏതിൽ? സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മോദി വന്നതിൽ BJPക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. നല്ല ആർഗ്യുമെൻ്റാണ്, ഒന്നാം തരം ആർഗ്യുമെൻ്റാണ്. അത് ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന ഭക്തന്മാരുടെ ന്യായമായ അവകാശങ്ങളെ ലംഘിച്ചിരിക്കുന്നു.
ഈ പ്രഭാസിന്റെ എന്താണ് രാഷ്ട്രീയ നിലപാട് എന്ന് എനിക്ക് അറിയില്ല. ജനതാദൾ സെക്കുലർ ഇടതുമുന്നണിയിലെ ഘടകകക്ഷി ജനതാദൾ സെക്കുലറിന്റെ പ്രതിനിധിയാണ് അത്. ഫസ്റ്റ് സമ്മതിച്ചു. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ നേതാവായ സൂര്യനെ പോലെ തിളങ്ങി നിൽക്കുന്ന, ആരടുത്ത് കഴിഞ്ഞാലും ചാമ്പലായി പോകത്തക്ക വിധത്തിൽ ശക്തനായി നിൽക്കുന്ന നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ നിലവിളക്കിന് അപ്പുറത്തിരിക്കുന്നതാണോ ശ്രീകൃഷ്ണൻ എന്ന് ചോദിച്ചതാണ് മുഖ്യമന്ത്രി. 1. 2, ഒരു ക്ഷേത്രത്തിലേക്ക് ഒരാൾ പോകണം എന്നുണ്ടെങ്കിൽ ക്ഷേത്രം വിനോദസഞ്ചാര കേന്ദ്രമല്ല, തീർത്ഥാടന കേന്ദ്രമാണ്. ആ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഒരാൾ പോകണമെന്നുണ്ടെങ്കിൽ തീർത്ഥാടകനായിരിക്കണം. അതിൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളും അയാൾ പാലിച്ചിരിക്കണം. ഞാനിത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കുകുത്തി പോലെ ശബരിമലയിലെ നട തുറക്കുമ്പോൾ എൻ്റെ പ്രിയ സ്നേഹിതനായ കെ രാധാകൃഷ്ണൻ എന്ന മന്ത്രി അവിടെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കും. മന്ത്രിക്ക് അവിടെ പോകേണ്ട ഒരു കാര്യവുമില്ല. മന്ത്രി ചെന്നില്ല എന്നുള്ളതിൻ്റെ പേരിൽ അയ്യപ്പസ്വാമി ആരെയും അനുഗ്രഹിക്കാതിരിക്കില്ല. പക്ഷേ മന്ത്രി അവിടെ ചെന്നിട്ട് നിൽക്കുന്നത് എനിക്കിതൊന്നും ബാധകമല്ല, അദ്ദേഹം ദേവസ്വത്തിൻ്റെ മന്ത്രിയാണ്. അങ്ങനെ ക്ഷേത്രങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളിലും വിശ്വാസമില്ലെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി എൻ്റെ പ്രിയ സ്നേഹിതൻ ശ്രീ രാധാകൃഷ്ണൻ ചെയ്യേണ്ടത് ആ വകുപ്പ് ഏറ്റെടുക്കാതിരിക്കുകയാണ്. പക്ഷെ അവിടെ പോയിട്ട് ആ ക്ഷേത്ര ആചാരത്തെ ലംഘിച്ചുകൊണ്ട് നിന്ന് എത്രയോ കോടാനുകോടി വിശ്വാസികളെയാണ് അദ്ദേഹം വ്രണപ്പെടുത്തിയത്. അങ്ങനെയുള്ളവരാണ് പറയുന്നത് ഇവിടെ ഗുരുവായൂർ അമ്പലത്തിലെ ഭക്തന്മാരുടെ അവകാശങ്ങൾ ലംഘിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ആരോപണം എന്താണ്? നരേന്ദ്രമോദി അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ കൂടിയായ BJPയുടെ രാജ്യസഭ അംഗം കൂടിയായിരുന്ന സുരേഷ് ഗോപി എന്ന വളരെ പ്രസിദ്ധനായ സിനിമാ താരത്തിൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത് അവരെ അനുഗ്രഹിച്ചു. അങ്ങനെ അനുഗ്രഹിക്കാൻ പാടില്ല. ഇത് എന്തൊരു വാദഗതിയാണ്. നിങ്ങൾ പറയുന്നതിന് എന്തെങ്കിലും യുക്തി വേണ്ടേ? അതല്ല, നിങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി എന്ന് നിങ്ങൾ ശഠിച്ചാൽ എന്തു ചെയ്യും? പിന്നെ പറഞ്ഞത് എന്താണ്? രാമക്ഷേത്രം കൊണ്ടുവരുന്നു. രാമക്ഷേത്രം കൊണ്ടുവരും. ഇപ്പോൾ രാമക്ഷേത്രത്തിനൊരു പ്രത്യേക പദവി കൂടിയുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ പീഠം ശ്രീരാമൻ്റെ ജന്മസ്ഥലം ആ അയോധ്യയാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിധിയിലൂടെ. ശ്രീരാമൻ്റെ ജന്മസ്ഥാനത്ത് ഇന്ത്യയിലുള്ള രാമഭക്തർക്ക് ഒരു ക്ഷേത്രം പണിയാൻ പാടില്ല എന്നാണ് നിങ്ങളുടെ വാദഗതി എന്നുണ്ടെങ്കിൽ ആ വാദഗതി അങ്ങ് 4 ആക്കി മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി, ഇവിടെ എടുക്കണ്ട. ഈ രാജ്യത്തുള്ള 85% വരുന്ന ജനങ്ങളിൽ മഹാഭൂരിപക്ഷത്തിൻ്റെയും ആരാധനാപാത്രമാണ് ശ്രീരാമൻ. കേരളത്തിലെ കാര്യം എടുത്തു നോക്ക്. പ്രഭാസിൻ്റെ വീട്ടിൽ എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെ എല്ലാം വീട്ടിൽ പുരാതന കാലം മുതൽ തന്നെ രാമായണ പാരായണമുണ്ട്, കർക്കിടക മാസത്തിലും അല്ലാത്തപ്പോഴും. ഞങ്ങളുടെ എല്ലാം വീട്ടിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത് രാമപാദം ചേരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു പക്ഷേ ഞങ്ങൾ വളരെ പ്രാകൃതരായിരിക്കാം, ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കാം. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും പ്രഭാസെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ രാജ്യത്തെ കോടാനുകോടി മനുഷ്യർ അവരുടെ ജീവിതത്തിലും മരണത്തിലും ആശ്രയിക്കുന്ന രാമന് വേണ്ടി ഒരു ക്ഷേത്രം അയോധ്യയിൽ പണിയുമ്പോൾ അതിനോടുള്ള ഈ അസഹിഷ്ണുത അത്ര നല്ല കാര്യമല്ല പ്രഭാസെ. നിങ്ങൾ എന്ത് സെക്കുലറിസമാണ് പറയുന്നത്? ഹിന്ദുക്കൾ ശ്രീരാമന് വേണ്ടി ഇന്ത്യയിൽ ഒരു ക്ഷേത്രം പണിയുന്നത് നിങ്ങൾ പറയുന്ന സെക്കുലറിസത്തിൻ്റെ ലംഘനമാണ് എന്നുണ്ടെങ്കിൽ, ഹിന്ദുക്കൾ അവരുടെ ക്ഷേത്രങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും അനാദരിക്കുന്നതാണ് സെക്കുലറിസം എന്നുണ്ടെങ്കിൽ, ആ സെക്കുലറിസം വേണ്ട എന്ന് തീരുമാനിക്കാൻ ഹിന്ദുക്കൾക്ക് കഴിയും എന്ന കാര്യം പ്രഭാസ് മറക്കരുത്. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രിക്ക് വരാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ്? അങ്ങനെ ഒരു വിഷയം നിങ്ങൾ പറയുന്നത് അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ മതേതരത്വം തകർന്നു വീഴുമോ?
തകർന്നു വീഴുമോ? നിങ്ങൾ എന്താ പറയുന്നത്? ഗുരുവായൂരിൽ പ്രധാനമന്ത്രി പോകാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങൾ ആര്? നിങ്ങൾ ആരാണ്? ഇവിടെ മറ്റേ കാസർഗോട്ട് നിന്ന് തുടങ്ങി 45-50 വണ്ടികളുടെ അകമ്പടിയോടുകൂടി 20 മന്ത്രിമാരും അദ്ദേഹത്തിൻ്റെ അനുചര വൃന്ദവും മുഖ്യമന്ത്രിയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ അസൗകര്യത്തെക്കുറിച്ച് നിശബ്ദത പാലിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ മര്യാദകേടാണ്. അത് ചെയ്യരുത്. രാഷ്ട്രീയത്തിൻ്റെ തലങ്ങളുണ്ടാകും. ആ രാഷ്ട്രീയത്തിൻ്റെ തലങ്ങളിൽ നിങ്ങൾക്ക് ആർഗ്യുമെൻ്റ് നടത്തുകയും ചെയ്യാം. പക്ഷെ ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഇതെന്തർത്ഥ അടിസ്ഥാനത്തിലാണ്? ഒരു സഹപ്രവർത്തകൻ്റെ മകളുടെ വിവാഹത്തിൽ ഒരാൾക്ക് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുവാദം വേണോ? നിങ്ങളുടെ അടുത്ത് എഴുതി ചോദിക്കണോ? ഞങ്ങൾ പങ്കെടുത്തോട്ടെ, ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകന്റെ ഗുരുവായൂർ അമ്പലത്തിൽ അങ്ങനെ ഒരു വിഷയം പറഞ്ഞിട്ടില്ല സർ. അങ്ങനെ ഒരു വിഷയം കൂടി ഡോക്ടർ കെ എസ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ നരേന്ദ്രമോദി പങ്കെടുത്തതിന് അതേ വിമർശിച്ചിട്ടില്ല. പറഞ്ഞതിന്റെ ധ്വനി പക്ഷേ നിങ്ങൾ പറഞ്ഞതിന്റെ ധ്വനി അതാണ്. പൊരുളതാണ്. ധ്വനി അതാണ്. ആ ധ്വനി എന്താണ്? ആ പൊരുൾ അതിന്റെ ധ്വനി അതാണ്. അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ ആരുടെ കല്യാണത്തിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് തീരുമാനിക്കാം. അതിന് നിങ്ങളുടെ അച്ചാര ആവശ്യമില്ല. ഇവിടെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ പാടില്ല. അദ്ദേഹം ഇന്ത്യയിലെ എല്ലാ പ്രധാന ക്ഷേത്രങ്ങളിലും പോകുന്നുണ്ട്. ആ ക്ഷേത്രങ്ങളിലെല്ലാം അദ്ദേഹത്തെ പോലുള്ള ഒരാൾ പോകുമ്പോൾ സ്വാഭാവികമായും ചില ക്രമീകരണങ്ങൾ നടത്തേണ്ടി വരും. ആ ക്രമീകരണങ്ങൾ ഗുരുവായൂരിലുണ്ട്. അത് ജനാധിപത്യത്തിൻ്റെ കൂടി സവിശേഷതയാണ്. ഇനി രാമന് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നു. പ്രഭാസ് എന്തായാലും ഇതൊക്കെ വായിച്ച് പഠിച്ചിട്ടുള്ള ഒരാളായിരിക്കും എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. പ്രഭാസ് രാമനെ രാഷ്ട്രീയമായി ആദ്യം ഇന്ത്യയിൽ ഉപയോഗിച്ചത് ആരാണ്? ആരാണ്? പ്രഭാത്. ശരി, ക്ഷമിക്കണം, പ്രഭാത്. ഞാൻ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പേര് എഴുതി കാണിച്ചില്ല, അതുകൊണ്ടായിരുന്നു. ക്ഷമിക്കണം കേട്ടോ, ഞാൻ തെറ്റിച്ച് പറഞ്ഞു, മനഃപൂർവ്വം തെറ്റിച്ചല്ല, ക്ഷമിക്കണം. ആരായിരുന്നു? മഹാത്മാഗാന്ധിയാണ് രാമനെ രാഷ്ട്രീയ ആയുധമായി ആദ്യം ഉപയോഗിച്ചത്. മഹാത്മാഗാന്ധി. നിങ്ങൾ അതിനെ എതിർക്കുന്നുണ്ടോ? ഗാന്ധിയുടെ എല്ലാ സമരങ്ങളും ഈ രാജ്യവും എല്ലാം രാമരാജ്യം എന്നല്ലേ ഗാന്ധി പറഞ്ഞിരുന്നത്? നിങ്ങൾ അതിനെ എതിർക്കുന്നുണ്ടോ? രാമനാമത്തിൻ്റെ ഔഷധ മൂല്യങ്ങളെക്കുറിച്ച് 500-ലേറെ ചെറു കുറിപ്പുകൾ മഹാത്മാഗാന്ധി എഴുതിയിട്ടുണ്ട്. ഞാനത് വായിച്ചിട്ടുണ്ട്. പ്രഭാതും അത് വായിച്ചിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. രാമനാമത്തിൻ്റെ ഓരോ അംശവും രാമനാമത്തെ ഉപയോഗിച്ചു, രാമനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ജിന്നയും കൂട്ടരും കോൺഗ്രസിനെതിരെ അതൊരു ഹിന്ദു സംഘടനയാണ് എന്ന ആക്ഷേപം ഉന്നയിക്കാനുള്ള കാരണം. അന്ന് ജിന്നയും കൂട്ടരുമാണെങ്കിൽ ആ ജിന്നയുടെയും കൂട്ടരുടെയും മൈൻഡ് സെറ്റ് ഇടതുപക്ഷത്തിൻ്റെ മനസ്സിലും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് രാമനെ ഇവർ എതിർക്കുന്നത്. കോൺഗ്രസിൻ്റെ കാര്യം പിന്നെ അവർക്ക്, കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റാലിയൻ ഗാന്ധിയാണ്, മഹാത്മാഗാന്ധിയല്ല. മഹാത്മാഗാന്ധിയാണ് രാമൻ ആദ്യമായി രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ചത്. പ്രഭാതിനറിയാലോ, ഒരു ബ്രിട്ടീഷ് പത്രപ്രവർത്തക, അവരുടെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് വേണമെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞു തരാം, ഇപ്പോൾ പെട്ടെന്ന് മറന്നുപോയി. അവർ ഗാന്ധിയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ദൈവം എന്നുള്ളതിന് പകരം രാമൻ എന്നുപയോഗിക്കുന്നത്? ഗാന്ധി അതിന് മറുപടി പറഞ്ഞു, ദൈവം എന്നുപയോഗിച്ചു കഴിഞ്ഞാൽ ഞാൻ സംവദിക്കുന്ന എൻ്റെ നാട്ടിലെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷത്തിനും അത് മനസ്സിലാക്കാൻ കഴിയില്ല. രാമൻ എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം അത് മനസ്സിലാക്കും, കാരണം അവരുടെ ജീവിത അനുഭവത്തിൻ്റെ ഭാഗമാണ്. ഉത്തരേന്ത്യക്കാർ റാം റാം എന്ന് പറയുകയും ജയ് ശ്രീറാം എന്ന് പറയുകയും ചെയ്യുന്നൊരു ജീവിത രീതിയുണ്ട്. ഇവിടെ സാഹിത്യം രാമനില്ലാതെ ഉണ്ടോ? ചിത്രശില്പകലകൾ രാമനില്ലാതെ ഉണ്ടോ? സംഗീതം രാമനില്ലാതെ ഉണ്ടോ? നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് രാമക്ഷേത്രം വന്നു കഴിഞ്ഞാൽ തകർന്നു വീഴുന്നതാണ് ഇന്ത്യയിലെ മതേതരത്വം എന്ന് പറയുന്നത്? അങ്ങനെ രാമക്ഷേത്രം വന്നാൽ തകർന്നു വീഴുന്നതാണ് ഇന്ത്യയിലെ മതേതരത്വം. നിങ്ങൾ പറയുന്ന സെക്കുലർ എന്തുണ്ടെങ്കിൽ ആ സെക്കുലറിസം വേണ്ട എന്ന് പറയാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാണ് എന്ന കാര്യം കൂടി മറക്കരുത്. ശ്രീ എം കെ ഹരിദാസ, ഈ സൈബർ ആക്രമണം അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്ഷേപങ്ങൾ, ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നു. അതിപ്പോൾ തെളിഞ്ഞു. ഈ
ഗുരുവായൂരിലെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഈ സൈബർ ഇടങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കലഹം ഒക്കെ നമ്മൾ കണ്ടതാണ്. ഈ സൈബർ ആക്രമണങ്ങൾ ഏകപക്ഷീയമായി മാറുന്നു. ഇപ്പോൾ നോക്കൂ, ഈ ചിത്രക്കെതിരെയുള്ള ആക്രമണം അത് ചിത്ര എന്ന ഗായികക്കെതിരെയുള്ളതല്ല, ഹിന്ദു സമൂഹത്തിൻ്റെ സമാജത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിലുള്ള ആക്രമണം തന്നെയല്ലേ. ഇപ്പോൾ ഞാൻ ഏകപക്ഷീയമാണെന്ന് പറയുന്നതിൻ്റെ കാരണം ഇന്ന് മമ്മൂട്ടി അക്ഷത സ്വീകരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ സൈബർ ഇടത്തിൽ മമ്മൂട്ടിയും ചിത്ര നേരിട്ട അതേ അധിക്ഷേപവും അവഹേളനവും നേരിടേണ്ടതല്ലേ? പക്ഷെ അതുണ്ടാവുന്നില്ല. താങ്കളത് ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു. മമ്മൂട്ടി കൈരളി ചാനലിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗവും എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ ചെയർമാനുമാണ്. അപ്പോൾ മമ്മൂട്ടിക്ക് നേരെ അവർക്ക് കളിക്കാൻ പറ്റില്ല. ആരാണ് ശ്രീ അനിൽ നമ്പ്യാർ ഈ സൈബർ സഖാക്കൾ എന്ന് പറയുന്നത്? ജനാധിപത്യപരമായ രീതിയിൽ ഒരു ഗവൺമെൻറ്റിനെതിരെ പ്രതിഷേധിക്കുന്നവരെ ഗറില്ലാ യുദ്ധ മോഡലിൽ നേരിടുന്ന ഒരു സർക്കാരിൻ്റെ ചുടുചോറ് മാങ്ങുന്ന കുട്ടിക്കൊരങ്ങന്മാരാണ് ഈ സൈബർ സഖാക്കൾ എന്ന് അനിൽ നമ്പ്യാർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ജയസൂര്യ ഞങ്ങളെ എതിർത്തു, ഞങ്ങളുടെ ഗവൺമെൻറ്റിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചു. ജയസൂര്യക്ക് നേരെ ആക്രമണം. അത് കഴിഞ്ഞിട്ട് ശോഭന, കേരളീയത്തിൻ്റെ അംബാസിഡറായിരിക്കുന്ന ശോഭന വളരെ നല്ല വ്യക്തിത്വമുള്ള ഒരു നടിയാണ്. അതേസമയത്ത് ശോഭന തൃശ്ശൂരിലെത്തി ഒരു വനിതാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ശോഭന അങ്ങേയറ്റം മോശപ്പെട്ട ഒരു വ്യക്തിയാണ്. ഈ നമ്മുടെ എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന വ്യക്തി ആകെ കൂടിയിട്ട് ഈ കണ്ട കാലത്തിലിടയ്ക്ക് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിട്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പറഞ്ഞ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്, ശോഭനയെ പ്രധാനമന്ത്രി പങ്കെടുത്ത ചടങ്ങിൻ്റെ പേരിൽ അവരെ കോർണർ ചെയ്യരുത്, അവരെ അധിക്ഷേപിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. എന്നിട്ട് പോലും ആ മഹൽ വനിതയ്ക്ക് എന്തെങ്കിലും ഒരു മോചനം ഉണ്ടായിരുന്നോ? അനിൽ നമ്പ്യാർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ പിന്നീട് മറുപടി പറയാം. കാരണം ഒരു ഗുരുവായൂരുകാരനെ ഇരുത്തിയിട്ടാണ് ഇവിടെ 4 ഗുരുവായൂരുകാരല്ലാത്തവർ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന കുറെ കാര്യങ്ങൾ കളിച്ചു വളർന്ന് ഗുരുവായൂർ അമ്പലവുമായിട്ട് അത്ര അടുപ്പമുള്ള ഞാൻ പറയാതെ പോകുന്നത് ശരിയാവില്ല. എന്തൊന്നൊരു ക്ഷേത്രവുമായിട്ട് നടക്കരുത്, അത് മുഴുവൻ നടക്കുന്ന കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും വളരെ മുൻപിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ ഗുരുവായൂർ ക്ഷേത്രം. ഇവിടെ ശ്രീ KS രാധാകൃഷ്ണൻ പറഞ്ഞു, ആ നിലവിളക്ക് കത്തുന്നിടത്താണോ നിങ്ങളുടെ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത്? നിലവിളക്ക് എന്നല്ല അദ്ദേഹം പറഞ്ഞത്, ആ വിളക്ക് കത്തുന്നിടത്താണോ അദ്ദേഹം ഇരിക്കുന്നത്, നിങ്ങളുടെ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത്? അപ്പം അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് ഒരു ബഹുമാന്യനായ ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ നിൽക്കുന്നുണ്ട്. അതുകൂടി കൂട്ടി പറയണം. ആ അഡ്മിനിസ്ട്രേറ്റർ ആരാന്നറിയോ? അതായത് ലോകായുക്തയിലെ കൈക്കൂലി വാങ്ങിയതിനെ 2 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രമുഖ വ്യക്തിയാണ്. അദ്ദേഹം IAS കാരനൊന്നുമല്ല. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഗുരുവായൂർ ദേവത്തിൻ്റെ IAS-കാരായിട്ട് വന്നിട്ടുള്ളവരൊക്കെ ക്ഷമിക്കണം, മറ്റേ അഡ്മിനിസ്ട്രേറ്റർമാരായി വന്നിട്ടുള്ളവരൊക്കെ IAS-കാരായിരുന്നു. ഇത് IAS-കാരനല്ലാണ്ട് ഒരു ക്ലർക്കായി അമ്മ മരിച്ചതിൻ്റെ പേരിൽ ജോലി കിട്ടുകയും പിന്നീട് സെക്രട്ടേറിയറ്റിലെ മഹാരഥന്മാരിൽ ഒരാളായിട്ട് മാറി ഗുരുവായൂർ ദേവത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്ററുമായ വന്ന ആ വ്യക്തിക്ക് 2 കേസുകളുണ്ട്. എവിടെ? ലോകായുക്തയിൽ. ആ കേസ് നിലനിൽക്കുകയാണ് അദ്ദേഹത്തെ ഗുരുവായൂർ അഡ്മിനിസ്ട്രേറ്റർ ആക്കിയത്. ആ അഡ്മിനിസ്ട്രേറ്ററെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ചോദിച്ചത്, ആ വിളക്ക് കത്തുന്നിടത്താണോ നിങ്ങളുടെ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത് എന്ന്. തീർന്നില്ല. ഈ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ചെയർമാനായിട്ട് ഒരു ബാർ മുതലാളിയെ നിശ്ചയിച്ച സർക്കാരിൻ്റെ പിന്തുടർച്ചാ സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. ദൈവഭക്തി എന്നതും ദൈവാനുഗ്രഹം എന്നതും വിശ്വസിക്കുന്നവരുടെ കാര്യമാണെന്ന് മനസ്സിലാക്കാൻ പ്രാപ്തിയില്ലാത്ത ഒരു സർക്കാരിൻ്റെ ഈ കുട്ടി സഖാക്കളുടെ ഈ സൈബർ ആക്രമണത്തെ സത്യത്തിൽ ഇത്തരത്തിലൊരു ചർച്ച ചെയ്യരുത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ഇവർ ചെയ്യുന്നതെല്ലാം ശരിയാണ്. ഒരു പ്രൊഫസർ ലീലാവതി എന്ന് പറയുന്ന കേരളം അങ്ങേയറ്റം ആദരിക്കുന്ന ഒരു വ്യക്തിക്ക് മഹാഭാരതത്തിലെ പാഞ്ചാലി വസ്ത്രാക്ഷേപത്തെ അനുസ്മരിക്കുമാറ് കണ്ണൂരിലുണ്ടായ ഒരു പോലീസ് നടപടിയെക്കുറിച്ച്, മുടി ചവിട്ടിപ്പിടിച്ച സംഭവത്തെക്കുറിച്ചിട്ട് കവിത ഓർമ്മിപ്പിക്കേണ്ടി വന്നൊരു സംസ്ഥാനമാണ് കേരളം. ഈ KS ചിത്ര പിണറായി വിജയൻ എന്ന് പറയുന്ന മഹാരാജാവിൻ്റെ സദസ്സിലെ ആസ്ഥാന ഗായികയൊന്നും അല്ല അനിൽ നമ്പ്യാർ. അവർ ചോരയും നീരുമുള്ള ഒരു മാതാപിതാക്കൾക്ക് ജനിച്ച ഒരു കുഞ്ഞാണ്. ശൈശവം കഴിഞ്ഞു, ബാല്യം കഴിഞ്ഞു, അവരുടെ കൗമാരം കഴിഞ്ഞു, അവരുടെ യൗവനം കഴിഞ്ഞിട്ടാണ് അവരെ ഇന്ന് നമ്മുടെ കേരളത്തിന് കിട്ടിയ യഥാർത്ഥത്തിലുള്ള ആര്യയുടെ വരദാനം എന്ന് വിശേഷിപ്പിച്ചു. അതൊന്നുമല്ല വരദാനം. ഒരു പത്മശ്രീ നേടിയെടുത്തുകൊണ്ട് കേരളത്തിന് ലഭിച്ചൊരു വരദാനമാണ് ഈ ചിത്ര. അവരെ ഇങ്ങനെ അധിക്ഷേപിക്കാൻ ഇത്തരക്കാർക്കല്ലാണ്ട് ആർക്കാണ് സാധിക്കുക? ഞാൻ ഗുരുവായൂർ ദേവസ്വത്തിന്റെ പ്രശ്നത്തിലേക്ക് വരാം. പണമുള്ളവർക്ക് ഗുരുവായൂർ ദേവസ്വത്തിൽ എന്നും എക്കാലത്തും
എന്തും നേടാൻ സാധിക്കും. അത് തൊഴലെ നമ്മൾ ക്യൂ നിൽക്കാതെ തന്നെ സാധിക്കും. തൊഴുതു പോകാൻ 5 മിനിറ്റിനുള്ളിൽ സാധിക്കും. അതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ 1000 രൂപയുടെ നെയ്വിളക്കെടുത്തവർക്ക് വളരെ പെട്ടെന്ന് അമ്പലത്തിൽ പോയിട്ട് തൊഴുതു വരാം. പാവപ്പെട്ടവർ പുലർച്ചെ 1 മണിക്ക് കുളിക്കണം, 3 മണിയുടെ ക്യൂവിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് 1 മണിക്ക് കുളിക്കണം. കുളിച്ച് 1 മണിക്ക് ക്യൂ നിന്ന് അവൻ അമ്പലത്തിൽ നിന്ന് തൊഴുത് പുറത്തേക്ക് കിടക്കുമ്പോൾ 11 മണിയാണ്. 1000 രൂപയുടെ നിലവിളക്കെടുത്തവന് വളരെ പെട്ടെന്ന് തൊഴുതു മാറാം. ഇനി ഗുരുവായൂർ അമ്പലവുമായി നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഈ ഒരു കാര്യം പറയാതെ ഞാൻ പോയി കഴിഞ്ഞാൽ ഗുരുവായൂരിലവർ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നെ തല്ലും. ഈ ഗുരുവായൂർ ദേവസ്ഥയിൽ ജോലി ചെയ്ത് റിട്ടയർ ചെയ്തവരും ഗുരുവായൂർ ദേവസ്ഥയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നവരുടെയും പ്രധാന വരുമാന മാർഗം അവിടെ അമ്പലത്തിൽ ക്യൂ നിൽക്കാതെ തൊഴിയിപ്പിക്കുക എന്നതാണ്. 100 രൂപയ്ക്ക് ഈ കൈകൾ കൊണ്ട് ചുരുങ്ങിയത് ഒരു 100 പേരെ തൊഴിയിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഗുരുവായൂരുകാരൻ എന്ന നിലയ്ക്ക് എറണാകുളത്ത് ഒരു ചെറിയ ബിസിനസ് നടത്തുകയും 25 കൊല്ലം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയും ചെയ്തതിൻ്റെ പേരിൽ ഒരു ദൈവവിശ്വാസിയല്ലായ എനിക്ക് ഇത്തരക്കാരെ തൊഴാൻ കൊണ്ടുപോവുകയും അവരുടെ കൂടെ അമ്പലത്തിൽ കിടക്കുകയും അവരെ തൊഴിയിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് സന്തോഷമാക്കി യാത്ര അയക്കുകയും ചെയ്തിട്ടുണ്ട്. 100 രൂപയ്ക്ക് തുടങ്ങിയ ഇടപാടിന് ഇപ്പോൾ വാങ്ങുന്നത് മലയാളികൾക്ക് 500 രൂപയും മറ്റ് സംസ്ഥാനക്കാർക്ക് 750 രൂപ മുതൽ 1000 രൂപയും വേണം. അപ്പം ഇത്തരത്തിൽ പൈസ വാങ്ങി തൊഴിയിപ്പിച്ച് ജനങ്ങൾക്ക് സംതൃപ്തി നൽകാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം പ്രവർത്തിക്കുന്ന ഗുരുവായൂർ അമ്പലത്തിലെ 28 സംസ്ഥാനങ്ങളുടെയും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഒരു കയ്യിലുള്ള ഒരു പ്രധാനമന്ത്രി വന്നിട്ട് ഒരു വിവാഹത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരുക്കേണ്ട ഒരുക്കങ്ങൾ ഒരുക്കിയതിനെ അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയും അതിനെ അങ്ങേയറ്റം കളിയാക്കിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഈ സമൂഹ മനസാക്ഷി കേരളം തന്നെ ചോദ്യം ചെയ്യേണ്ടതാണ്. ഒരു മുഖ്യമന്ത്രി, പാവയ്ക്ക വലിപ്പമുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ എവിടെയും എന്തും ചെയ്യാം. ഈ മുഖ്യമന്ത്രിയുടെ കാര്യമല്ല, ഉമ്മൻചാണ്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു നാൽക്കവലയിൽ ഒരു ആംബുലൻസ് 20 മിനിറ്റ് പിടിച്ചിട്ട സംസ്ഥാനമാണ് കേരളം. എന്തിനേറെ അനിൽ നമ്പ്യാർ കേവലം 45 ദിവസം മുമ്പ് എൻ്റെ പാർട്ട്ണറും 72 വയസ്സുള്ള എൻ്റെ പാർട്ട്ണറും അദ്ദേഹത്തിൻ്റെ 68 വയസ്സുള്ള ഭാര്യയും തൊഴാൻ പോയി. അപ്പോൾ 4 മണിക്ക് ശേഷം അവിടെ സീനിയർ സിറ്റിസൺ ഒരു ക്യൂ ഉണ്ട്. അതിൽ ക്യൂ നിൽക്കുന്ന സമയത്താണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അവിടെ തൊഴാൻ വന്നത്. 1 മണിക്കൂറാണ് ഈ ഭക്തരെ അവിടെ പിടിച്ചു നിർത്തിയത് എല്ലാവരെയും. അദ്ദേഹം തൊഴുത് പുറത്തേക്ക് കടന്നു പോയിട്ടാണ്. ഞാൻ രമേശ് ചെന്നിത്തല വ്യക്തിപരമായിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങേയറ്റം ഇഷ്ടമുള്ള ഒരു സൗമ്യനായ ഒരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനുണ്ടാകുന്നു, ഇപ്പോൾ ഞാൻ ഈ സമയത്ത് ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഒരു മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ MLA യുമായ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് 1 മണിക്കൂർ ഗുരുവായൂർ അമ്പലത്തിലെ ഭക്തജനങ്ങളുടെ ക്യൂ നിയന്ത്രിക്കാമെങ്കിൽ ഒരു പ്രധാനമന്ത്രി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു പ്രക്രിയ മാത്രമല്ല അവിടെ നടന്നത്. മാത്രവുമല്ല, അത്തരമൊരു പ്രക്രിയ സുരേഷ് ഗോപിയുടെ മകൾക്ക് വേണ്ടി മാത്രമാണ് എന്ന് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എന്ത് ചെയ്തു? അവിടെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം 4 അപ്പോൾ അവിടെ 4ന്റെ എണ്ണത്തിൽ ഒരു തർക്കം നടക്കുന്നുണ്ട്. 4 5 ദമ്പതികളെ അനുഗ്രഹിക്കാൻ. ആ ദമ്പതികൾ എത്ര ഭാഗ്യം ചെയ്തവരാണ് ആലോചിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി 3 4 പ്രാവശ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ഒരു വ്യക്തി അവരെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നത് അവർക്കൊരു അങ്ങേയറ്റം ബഹുമാനമല്ലേ? പിന്നെ ഇവിടെ ആദ്യം സംസാരിച്ച പ്രഭാത് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് ഞാൻ കുടുകൂടെ ചിരിക്കുകയായിരുന്നു. അതായത് നോർത്ത് ഇന്ത്യയിലെ സീറ്റ് കുറയാൻ പോകുന്ന സീറ്റ് സംസ്ഥാനത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് വന്നു. എൻ്റെ പ്രിയപ്പെട്ട നേതാവ്, എന്താണ് അങ്ങ് ഈ പറയുന്നത്? ആരാണ് സാർ ഈ രാഷ്ട്രീയത്തിൽ ഈ ഗിമ്മക്ക് കളിക്കാത്തത്? താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. 2021 മാർച്ച് മാസം അന്ന് വരെ പരസ്പരം തെറി പറഞ്ഞിരുന്നവരാണ് ഈ വെള്ളാപ്പള്ളി നടേശനും ഈ പിണറായി വിജയനും. നമുക്ക് തന്നെ പത്രം നിർത്തിയാലും ചാനലുകൾ കണ്ടാലും അങ്ങാട്ടും ഇങ്ങോട്ടും തെറിവിളിയായിരുന്നു. 2021 മാർച്ചിലാണോ കൃത്യമായിട്ട് അറിയില്ല, ഏപ്രിലാണോ, 6 മന്ത്രിമാരുമായിട്ടാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ കാണിച്ചുകുളങ്ങര എന്ന് പറയുന്ന ഭഗവതി ക്ഷേത്രത്തിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശിസുകൾ നേടാൻ വേണ്ടി പോയത്. കാന്തപുരത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഈ പിണറായി വിജയനും സംഘവും പോകുന്നത് അദ്ദേഹത്തിൻ്റെ സുഖാന്വേഷണത്തിന് വേണ്ടിയിട്ടാണോ? എന്തിനേറെ സുഹൃത്തെ, ഞാൻ ചോദിക്കട്ടെ താങ്കളോട്, മുസ്ലിം ലീഗ് ഒരു ചായക്കടയിലേക്ക് പോകുന്നതും മുസ്ലിം ലീഗ് അവരുടേതായ പാർട്ടി ഓഫീസിലേക്ക് പോകുന്നതും നോക്കി നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് 1970-80 കാലഘട്ടത്തിലെ കാമുകന്മാർ ലവ് ലെറ്ററുമായിട്ട് ഈ നമ്മുടെ കാമുകിമാരുടെ പിന്നാലെ നടന്നിട്ടുള്ള ഒരു ഓർമ്മയാണ് എനിക്ക് വരുന്നത്. ഇപ്പം ഈ മുസ്ലിം ലീഗിൻ്റെ പിന്നാലെ നടക്കുന്നത് എന്തുകൊണ്ടാണത് ഞാൻ താങ്കളോട് പറയാം. ഈ ദുർഭരണം കൊണ്ട് 7.5 വർഷത്തെ കഴിഞ്ഞുപോയ ദുർഭരണം കൊണ്ടും ഇനി വരാനിരിക്കുന്ന 2.5 വർഷത്തെ ദുർഭരണം കൊണ്ടും, അഥവാ ഇലക്ഷനിൽ സീറ്റ് കുറഞ്ഞാൽ കുറച്ച് സീറ്റുകളുമായിട്ട് അപ്പുറത്ത് നിൽക്കുന്ന മുസ്ലിം ലീഗിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ലേ അതും നടത്തുന്നത്. അപ്പോൾ ആരാണ് സുഹൃത്തെ ഇവിടെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഗിമ്മിക്കുകൾ? നമ്മൾ സമ്മതിച്ചു, സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ നേടിക്കൊടുക്കാനാണ് അദ്ദേഹം വന്നതെങ്കിൽ നടക്കട്ടെ.
പക്ഷെ അതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് താങ്കൾ പ്രതിദാനം ചെയ്യുന്ന മുന്നണി ചെയ്യുന്നത് ശരിയാണെന്ന് പറയുന്നത് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണോ? അപ്പം അല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു അഴിമതിക്കാരനായ ഒരു വ്യക്തിയെ എന്തുകൊണ്ട് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ആക്കി എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റില്ല. മറുപടി പറഞ്ഞാൽ പിന്നീട് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടിട്ട് കേരളം ഞെട്ടും. അതുപോലെ തന്നെ അനിൽ നമ്പ്യാർക്ക് ഒരു കാര്യം അറിയോ? ഇവിടുത്തെ ഒരു ചിട്ടിക്കമ്പനി മുതലാളി UDF ഭരണകാലത്ത് ഭരണസമിതി അംഗമായി. അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള LDF ഭരണസമിതി കയറിയപ്പോൾ അതിലും ഭരണസമിതി അംഗമായി. ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ ഈ ഗുരുവായൂർ അമ്പലവും ഗുരുവായൂർ ദേവസ്വവും ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഭരണവുമായിട്ട് കണ്ടിട്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനങ്ങൾ. യഥാർത്ഥ ഒരു ഭക്തനെ പിടിച്ചിട്ട് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ചെയർമാനാക്കാൻ ഈ കഴിഞ്ഞ 7.5 വർഷം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തയ്യാറായിട്ടില്ല. പിന്നെ പറയാനുള്ളത് UDF ഭരണസമിതിയും തയ്യാറായിട്ടില്ല. ആരെ അവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ചെയർമാനാക്കി പ്രതിഷ്ഠിച്ചുകൊണ്ട് അവിടെ എന്തൊക്കെ കാര്യസാധ്യങ്ങൾ നടത്താം, എത്രയൊക്കെ കൈയിട്ടുമാരാ. ഗുരുവായൂർ ദേവസ്വം എന്ന് പറയുന്നത് ഒരു ചക്കരക്കുടമാണ് എന്ന കാര്യം അനിൽ നമ്പ്യാർ മനസ്സിലാക്കുക. കൈയിട്ട് വാരാൻ ഇത്രയും സുഖമുള്ള ഒരു ചക്കരക്കുടം മറ്റൊരു ദേവസ്വം ബോർഡിലും ഇല്ല എന്നുള്ളത് ഒരു പരമാർത്ഥമായിട്ടുള്ള സംഗതിയാണ്. അപ്പൊ യഥാർത്ഥത്തിലുള്ള ഭക്തരെ വേർതിരിച്ച് നിർത്തിയിട്ട് നമ്മൾ പറയില്ലേ, കപട ഭക്തർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്തു കൊടുക്കുന്ന ഒരു സമ്പ്രദായം നിലനിൽക്കുന്ന ഗുരുവായൂർ ദേവസ്വത്തിൽ ഇന്ന് പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ട് ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കിയെങ്കിൽ അത് സ്വാഭാവികം മാത്രമാണ്. അതിൽ യാതൊരു കുറ്റവും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ വന്നിട്ട് എന്തെങ്കിലും പുരോഗതി, അനിൽ ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്. മലേഷ്യയിലെ ആർക്കിടെക്ചറൽ ഒരു വലിയ പ്രസ്ഥാനം നടത്തുന്ന ഒരു വ്യക്തിയുടെ ഒരു കൺസൾട്ടൻസിയുടെ ഒരു MD ഗുരുവായൂർ ഈ 2 കൊല്ലം കൂടുമ്പോൾ തൊഴാൻ വരും. ഒരു പരിചയത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ അവിടെ കൊണ്ട് തൊഴിയിപ്പിക്കുന്ന ചുമതല എനിക്കാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ വരവിലും അദ്ദേഹത്തിന് ചോദിക്കാനുള്ളത് എന്താ അറിയോ? എന്താണ് ഈ ഗുരുവായൂർ അമ്പലത്തിന് ഒരു പുരോഗതി ഇല്ലാത്തത്? എന്നെ ഏൽപ്പിക്കട്ടെ, 5 പൈസ വാങ്ങാതെ ഈ ഗുരുവായൂരിൻ്റെ ഒരു 2 കിലോമീറ്റർ ചുറ്റളവ് ഈ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വേണ്ട പുഷ്പങ്ങളുടെ ഒരു പൂന്തോട്ടമാക്കിയിട്ട് ഞാൻ മാറ്റിക്കൊടുക്കാം. മൂക്ക് പൊത്താതെ ആ കിഴക്കേ നടക്കിലെ മഞ്ജുളാൽ എന്ന് പറയുന്നിടത്തു നിന്നും ഈ അമ്പലം വരെ എത്താൻ പറ്റാത്ത വിധത്തിൽ നാറിക്കിടക്കുന്ന ഒരു ഗുരുവായൂര് 365 ദിവസവും കാനപണിയും 365 ദിവസവും എൻ്റെ 8 വയസ്സിൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയതാണ്. അഴുക്കുചാൽ അറബിക്കടലിലേക്ക് എന്ന് പറഞ്ഞൊരു പദ്ധതി 8 വയസ്സിൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയതാണ്. ഇപ്പൊ 63 വയസ്സായി എനിക്ക്. ഈ 63 വയസ്സായിട്ടും ഈ അഴുക്കുചാൽ അറബിക്കടലിലേക്ക് എന്ന് പറഞ്ഞ പദ്ധതി കടലാസിൽ ഒതുങ്ങി കിടക്കുകയാണ്. ഈ ഗുരുവായൂരിലാകെ കൂടിയിട്ട് സ്ഥിരമായിട്ട് ചെല്ലുന്നവർക്ക് കാണാൻ കഴിയുന്ന പുരോഗതി എന്താണെന്ന് അറിയുന്ന അനിൽ നമ്പ്യാർക്ക് അറിയോ? ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫെൻസിങ്ങുകൾ നിത്യേന മാറി മാറി വരുന്നത് കാണാം. കാരണം അതൊരു വരുമാന മാർഗമാണ്, അത് ചെയ്യുന്നവർക്കുള്ളൊരു വരുമാന മാർഗമാണ്. അല്ലാതെ എൻ്റെ ഗുരുവായൂരിനെ ഒരു ഭക്തനല്ലാതിരുന്നിട്ട് കൂടി ഞാൻ പറയുന്നു, എൻ്റെ ഗുരുവായൂരിനെ യാതൊരു പുരോഗതിയും സമ്മാനിക്കാൻ ഒരു ക്യൂ കോംപ്ലക്സിന്റെ കാര്യം പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഒന്നും സംഭവിക്കാത്ത ഗുരുവായൂരെ ഈ മുഖ്യമന്ത്രിയുടെ പാദസ്പർശനം ഏറ്റുകൊണ്ട് അവിടെ എന്തെങ്കിലും ഒരു പുരോഗതി നടക്കുകയാണെങ്കിൽ അതിന് നല്ലതെന്ന് കാണാതെ എന്തിനാണ് ഈ വിമർശിക്കുന്നത്? അനിൽ നമ്പ്യാർക്ക് അറിയോ? കോടിക്കണക്കിന് ഞാനാണ് പുറത്തു കൊണ്ടുവന്നത് 1764 കോടി രൂപയാണ് ഈ ദേവസ്വത്തിന്റെ വിവിധ ബാങ്കുകളിലെ ഡെപ്പോസിറ്റായി കിടക്കുന്നത്. വിലമതിക്കാനാവാത്ത വജ്രാഭരണങ്ങളും മറ്റ് രത്നാഭരണങ്ങളും അതവിടെ കിടക്കട്ടെ. ഈ ഗുരുവായൂർ ദേവസ്വത്തിന് 354 ഏക്കർ ഭൂമി സ്വന്തമായിട്ടുണ്ട്. 354 ഏക്കർ ഭൂമി. ഒരു 10 ഏക്കറിൽ ഈ ഗുരുവായൂരപ്പന് ജനങ്ങൾ കണ്ടറിഞ്ഞ് വഴിപാട് ചെയ്യുന്ന പൈസ കൊണ്ട് അവർക്ക് വ്യക്തമായൊരു ചികിത്സ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസ്പത്രി പണിയാൻ ഇപ്പൊ ഞാനിത് കേൾക്കുന്നവർ ഇപ്പൊ തോന്നും ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അതന്നെ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. 50 കോടി രൂപ റിലയൻസിന്റെ മുകേഷ് അംബാനി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. 25 വർഷം പഴക്കമുള്ള ഒരു മെഡിക്കൽ കോളേജ് സുഖമായിട്ട് ഗുരുവായൂർ തുടങ്ങാമായിരുന്നു. ദീർഘവീക്ഷണമുള്ള ഒരു ഭരണസമിതി ഗുരുവായൂർ ദേവസ്വത്തിൽ കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ അധികാരത്തിൽ കയറിയിരുന്നുവെങ്കിൽ ശ്രീ മോഹനകൃഷ്ണ മേനോൻ അവിടെ ചെയർമാനായിരിക്കുന്ന സമയത്ത് ഇത്തരം ഒരു പദ്ധതി വന്നതാണ്. ഒരു മെഡിക്കൽ കോളേജിന് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത വിഷയമാണ്. കേന്ദ്രത്തിൽ ആര് ഭരിക്കട്ടെ, ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിൽ ഒരു മെഡിക്കൽ കോളേജ് വരാൻ വേണ്ടിയിട്ട് സമ്മതിക്കും. ജനങ്ങൾക്ക് നല്ല നിലയ്ക്ക് ഒരു 5 പൈസ മുടക്കാത്ത ഒരു ചികിത്സ കിട്ടിക്കൊണ്ട് അത് ഭഗവാനെ പ്രാർത്ഥിക്കുന്നവർക്ക് അങ്ങേയറ്റം നിർവൃതി അടയുന്ന നിലയിലുള്ള ഒരു ചികിത്സ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് അവിടെ ഒരു ആശുപത്രി ഉണ്ട്. എൻ്റെ അനിൽ നമ്പ്യാർ അവിടെ പോണത് TT എടുക്കാനാണെങ്കിൽ അവിടെ പോകാൻ വേണ്ടിയിട്ട് TT എടുക്കണം. തുരുമ്പിച്ച ഗേറ്റ്, തുരുമ്പിച്ച വാതിലുകള്, തുരുമ്പിച്ച കസേര,
ഈ അവസ്ഥയാണ് ഗുരുവായൂരിൻ്റെ. ഈ പ്രധാനമന്ത്രിയുടെ വരവോടെ അതിനൊരു മാറ്റം വരുന്നുവെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ട് കാണൂ എൻ്റെ പ്രിയപ്പെട്ട പ്രഭാതെ. അതിനെ രാഷ്ട്രീയവൽക്കരിക്കല്ലേ ദയവ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ചിത്ര എന്ന് പറയുന്ന വാനമ്പാടി കേരളത്തിന് കിട്ടിയ ഒരു നിധിയാണ്, യഥാർത്ഥത്തിലുള്ള വരദാനമാണ്, ഉദിച്ചുയരുന്ന സൂര്യനാണ്. അവർ ചവിട്ടിയ മണ്ണ് പരിപാവനമായി സംരക്ഷിക്കേണ്ടതാണ്. ആ വനിതയെ എങ്കിലും വെറുതെ വിട്ടുകൂടെ നിങ്ങൾക്ക്? യെസ്, പ്രഭാതെ, ചിത്ര ചെയ്ത തെറ്റെന്താണ്? എന്തിനാണ് ചിത്രയെ കല്ലർ ചെയ്തത്? ഒരു തെറ്റും ചിത്ര ചെയ്തിട്ടില്ല, അതാണ് സത്യം. ആ, നമ്മുടെ വിശ്വാസം പുറത്തു പറയേണ്ടത് വ്യക്തിത്വം ഉള്ള ഒരു വ്യക്തിയാണ്. വ്യക്തിത്വമുള്ളവർ പുറത്തു പറയും, സ്വാഭാവികമാണ്. അതിനെ കല്ലെറിയുന്നവരെ ആ രീതിയിൽ കണ്ടാൽ മതി. അല്ലാതെ ഇത് രാഷ്ട്രീയപരമായ രീതിയിലേക്ക് പോകുമ്പോഴാണ് ഇതിൻ്റെ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത്. ഓരോ വ്യക്തികൾക്കും അവരുടേതായ അഭിപ്രായങ്ങൾ മുന്നോട്ട് പറയാനുള്ള അവകാശം ഇന്ത്യയിലുണ്ട്. അത് എതിർത്തായാലും അനുകൂലമായാലും. എനിക്കിവിടെ പറയാനുള്ളത് ബഹുമാനപ്പെട്ട അല്ല പ്രഭാത, ഒരു കാര്യം, ഈ ചിത്ര എന്ന ഗായികയാണോ കല്ലെറിയുന്നത്, അല്ലെങ്കിൽ ചിത്ര ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു പ്രതിനിധി ആയതുകൊണ്ട് ഒരു നിമിഷം അവിടെയാണ് നമ്മൾ ഒരു വ്യക്തിയെ, ആ വ്യക്തിയെ ഹൈന്ദവ സമൂഹത്തിൻ്റെ വ്യക്തിത്വമാണെന്ന് കോണർ ചെയ്യുമ്പോഴാണ് പ്രോബ്ലം ഉണ്ടാകുന്നത്. വ്യക്തി എന്നുള്ള രീതിയിൽ ബഹുമാനപ്പെട്ട ചിത്ര അവർ വാനമ്പാടിയാണ്. അവർ മുന്നോട്ട് വരുന്ന ആശയങ്ങൾ അവരുടെ ആശയങ്ങളാണ്. ആ രീതിയിൽ കണ്ടാൽ മതി. പറഞ്ഞപ്പോഴാണ് അവര് പറഞ്ഞെന്താ, ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം പിന്നെ വിളക്ക് കത്തിക്കണം, രാമനാമം ജപിക്കണം, അല്ലേ? അത് പറയാനുള്ള അവകാശമുണ്ട്. പിന്നെ സംശയമില്ല. പക്ഷെ വേറെ കാര്യം, അതൊരു നിങ്ങൾ രാഷ്ട്രീയപരമായി ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ ഇന്ന് കണ്ടതാണ് നരേന്ദ്രമോദി, അദ്ദേഹം അക്ഷിത കൊടുത്തു എല്ലാവർക്കും. അതൊരു രാഷ്ട്രീയമാണ്. അതിനകത്ത് ഒരു രാഷ്ട്രീയമുണ്ട്, സ്വാഭാവികമാണ്. അത് ഞങ്ങൾ എതിർക്കുന്നില്ല. BJP ഞങ്ങൾ എതിർക്കുന്നില്ല. അവരുടെ അടിസ്ഥാനപരമായ തത്വം എന്ന് പറയുന്നത് മത അടിസ്ഥാനമായ രാഷ്ട്രമാണ്. ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾക്കത് പ്രശ്നമില്ല. ഒരു രാഷ്ട്രീയ കക്ഷി അല്ല, ഒരു നിമിഷം തിരസ്കരിക്കാമായിരുന്നില്ലേ? എന്തിനാ തിരസ്കരിക്കുന്നത്? എന്റെ മനസ്സിനകത്ത് അക്കാര്യം ഒരു കാര്യം പറയട്ടെ. എന്റെ മനസ്സിനകത്ത് ഈ പറയുന്ന ഒരു നിമിഷം മനസ്സില്ല, അങ്ങനെ പറയേണ്ട കാര്യമില്ല. അങ്ങനെ പറയേണ്ട കാര്യമില്ല. പറഞ്ഞ പോലെ അതിന് ഞാൻ പറയട്ടെ, ഒരു വ്യക്തിക്ക് കൊടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ വേറെ കാര്യം, അതിൽ നമ്മൾ അക്ഷോഭിതനാവേണ്ട കാര്യമില്ല. നോക്കൂ, ഞാനും നല്ലൊരു വിശ്വാസിയാണ് എന്നും പറഞ്ഞുകൊണ്ട് അവിശ്വാസത്തിലേക്ക് പോകാൻ ഞാൻ തയ്യാറല്ല. വിശ്വാസം എന്ന് പറയുന്നത് മനസ്സിനകത്തുള്ളതാണ്. അവിശ്വാസം എന്ന് പറയുന്നത് ഈ കാണുന്ന പരിപാടികളാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളത് രാധാകൃഷ്ണൻ സാറിൻ്റെയാണ്. സാർ ഒരു കാര്യം പറയണ്ടായി, ഗാന്ധിജിയുടെ രാമരാജ്യം എന്തായിരുന്നു? ഗാന്ധിയുടെ രാമരാജ്യം എന്ന് പറയുന്നത് രാജാവും പ്രജയും ഒന്നായെന്നുള്ള രാജ്യമാണ്. അവിടെ ഹരിജനമുണ്ട്, എല്ലാവരും ഉണ്ട്. ആ രാജ്യത്താണ് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ്. ആരാണ് ഗാന്ധിജിയെ കൊല്ലുന്നത്? ഗാന്ധിജിയെ കുറിച്ച് അദ്ദേഹത്തിനെ വെടിവെച്ച് കൊന്നത്. അങ്ങനെ രാമരാജ്യം പറഞ്ഞ ഒരാളിനെ RSSന്റെ ഒരു വക്താവ് അദ്ദേഹം കൊന്നിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം വധിക്കുവാൻ ശ്രമിച്ചു, വധിക്കുകയോ ചെയ്ത്. ആ ശ്രമം എന്തിനായിരുന്നു? അദ്ദേഹം കൃത്യമായ ഒരു മതേതര വിശ്വാസിയായതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ ഗാന്ധിജിയെ ഇനി മാറ്റേണ്ട കാര്യമൊന്നുമില്ല. സെക്യുലറിസത്തിന്റെ കാര്യം പറഞ്ഞു. ഡിസംബർ 6 ഇന്ത്യയുടെ സെക്യുലറിസം നഷ്ടപ്പെട്ടു. ഇന്ന് ഈ രാജ്യം മറ്റു രാജ്യങ്ങളുടെ മുന്നിൽ ചോദ്യചിഹ്നമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം, നിങ്ങൾ വിചാരിക്കും ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടായിക്കോട്ടെ എന്ന്. ഇവിടെ എത്ര വീടുകളാണ് നിങ്ങൾ നോക്കൂ, എത്ര വീടുകളാണ് ഒരു നിമിഷം ന്യൂനപക്ഷങ്ങളുടെ എത്ര വീടുകളാണ് ബുൾഡോസർ കൊണ്ട് തകർക്കുന്നത്? എന്താണ് ഈ രാഷ്ട്രീയം?
ഇവിടെ ഈ രാജ്യത്ത് യു പിയിലുള്ളവർക്ക് പരാതിയില്ല, ഏറ്റവും വലിയ ഗുണ്ടകള് ക്രിമിനലുകളെയാണ്. അല്ലല്ല, അത് നിങ്ങൾ പറയുന്നല്ലേ ഗുണ്ടകൾ എന്ന് പറയുന്നത് ഓൺ സൈഡ് അല്ലല്ലോ, ഓൺ സൈഡ് അല്ലല്ലോ ഗുണ്ടകൾ. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, വിലയിരുത്തും. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയും. അതിനുള്ള പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ്, ആ വിഷയങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ ദക്ഷിണേന്ത്യയിലോട്ട് വന്നിട്ടുണ്ടില്ല. അതൊന്നും ഇവിടെ വേവില്ല. സുരേഷ് ഗോപി നിന്നോട്ടെ, അദ്ദേഹം BJPയുടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതിന് ആരും എതിരില്ലല്ലോ, കഴിഞ്ഞ വർഷം നിന്നാണല്ലോ. ഞങ്ങൾക്കതൊന്നും വിഷയമല്ല. നമ്മുടെ മുന്നിൽ ഒരു രാഷ്ട്രീയം ഞങ്ങൾ പറയുന്നുണ്ട്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ജനങ്ങൾക്കറിയാം. വിലയിരുത്തട്ടെ. ഇവിടെ കോൺഗ്രസ് ഉണ്ട്, അവരൊരു രാഷ്ട്രീയം പറയുന്നുണ്ട്, അതും വിലയിരുത്തും. BJP നിങ്ങൾ പറയുന്ന രാഷ്ട്രീയവും വിലയിരുത്തും. 3 രാഷ്ട്രീയം വിലയിരുത്തട്ടെ. അല്ലല്ല, അത് വിലയിരുത്തട്ടെ എന്നും പറഞ്ഞ് രാമൻ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിനെ കുറിച്ച് കൊണ്ടുവന്ന് ജനങ്ങളെ പറ്റിക്കാനൊന്നും നോക്കണ്ട. ജനങ്ങൾക്ക് ഇവിടെ ആവശ്യം അടിസ്ഥാന സൗകര്യമാണ്, അവന്റെ തൊഴിലായ്മയാണ്. അല്ലല്ല, ഇത് ജനങ്ങൾക്ക് ആവശ്യം എന്ന് പറയേണ്ട അവന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, അവന്റെ തൊഴിലായ്മ, അവന്റെ ജീവിത സാഹചര്യങ്ങൾ, ഇതാണ് നോക്കേണ്ടത്. അല്ലാതെ രാമക്ഷേത്രം ഇവർ നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ക്ഷേത്രമായി നിൽക്കും, സ്വാഭാവികമാണ്. അത് ഓട്ടായിക്ക് മാറ്റുമ്പോഴാണ് അവിടുത്തെ രാഷ്ട്രീയം. അതുകൊണ്ടാണ് ശൃംഗേരി മഠാധിപതികൾ പറയേണ്ടായത് ഇത് രാഷ്ട്രീയമാണെന്ന്. തെറ്റിദ്ധരിപ്പിക്കരുത് കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നില്ല, ഇത് രാഷ്ട്രീയമാണെന്ന് കൃത്യമായി. ഉണ്ടായിട്ടില്ല പ്രഭാത്, തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, കൃത്യമാണ്. ഒരു മിനിറ്റ് ഡോക്ടർ KS രാധാകൃഷ്ണൻ, ഞാൻ വരാം ഇടവേളയ്ക്ക് ശേഷം.